जैसे अपना बाहर का एक इंसान है वैसे अंदर का इंसान भी है. നമ്മുടെ പുറമേ ഒരു മനുഷ്യനുള്ളതുപോലെ നമുക്ക് അകമേ ഒരു മനുഷ്യനുണ്ട്. യോഹന്നാൻ 11:33 में लिखा है. യോഹന്നാൻ 11 എഴുതിയിരിക്കുന്നു. 33 11:33 में लिखा है. 33 എഴുതിയിരിക്കുന്നു. Jesus groaned in spirit. യേശു ആത്മാവിൽ ഞരങ്ങി. यीशु आत्मा में क्या किया? യേശു ആത്മാവിൽ शरीर में नहीं है, ശരീരത്തിലല്ല, अंतर ही अंतर. ഉള്ളിന്റെ ഉള്ളില്. When Jesus groaned in spirit. ആത്മാവിൽ യേശു ഞരങ്ങിയപ്പോൾ. हालेलुया. हालेलुया. 2 आयत बाद में लिखा. രണ്ട് വാക്യം മുന്നോട്ട് उसका എഴുതിയിരിക്കുന്നു. शरीर बाहर का इंसान रोना शुरू किया. യേശുവിന്റെ പുറമേയുള്ള മനുഷ്യൻ All കണ്ണുനീർ it വാർക്കാൻ തുടങ്ങി. begins in your inner man. എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിലെ कल മനുഷ്യനാണ്. मैं इनर मैन के बारे में बता रहा था. ഇന്നലെ നമ്മൾ ഇന്നർ മാനെ പറ്റിയാണ് कल കേട്ടത്. मैं इनर मैन के बारे में बता रहा ഇന്നർ था. മാനെ പറ്റിയാണ്. It starts with the inner man സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നർ മാനിലാണ്. and it manifests in the outer man. എന്നിട്ട് അത് വെളിപ്പെടുന്നത് പുറമേയുള്ള आपका പുറത്തെ inner മനുഷ്യനിലാണ്. man में सब कुछ शुरू होते हैं. നമ്മുടെ ഇന്നർ മാനിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. outer man उसको manifest करेगा. ഔട്ടർ മാൻ അത് പുറമേ मैं एक അത് बात आपको बोलना വെളിപ്പെടുത്താൻ चाहता ഇടയാകും. हूं. ഒരു आपका കാര്യം inner പറയുന്നു. man कितना मजबूत है, നമ്മുടെ ഇന്നർ മാൻ എത്രയും സ്ട്രോങ് ആണ്, परमेश्वर का ग्लोरी आपका outer man से बाहर आएगा. അത്രമാത്രം മഹത്വം നമ്മുടെ ഔട്ടർ മാനിൽ കൂടെ കർത്താവിന്റെ മഹത്വം हम വെളിപ്പെടുത്താൻ अपने ഇടയാകും. बाहर का इंसान को कितना सजाते हैं, कितना खाना देते हैं उसको, നമ്മുടെ പുറമേയുള്ള മനുഷ്യന് നമ്മൾ എത്ര ഒരുക്കി നല്ല ആഹാരം लेकिन കൊടുക്കുന്നു. ऐसे ही रियल है आपका एक इनर मैन है. അതുപോലെ യാഥാർത്ഥ്യമാണ് പുറമേയുള്ള മനുഷ്യനെ പോലെ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യനും. മലയാളത്തിൽ അകത്തെ മനുഷ്യൻ എന്നാ പറയുന്നത്. ഇന്നർ മാൻ. അകത്തെ മനുഷ്യൻ. ഇന്നർ മാൻ is a fact. അകത്തെ മനുഷ്യൻ ഒരു Inner man is യാഥാർത്ഥ്യമാണ്. not just a concept or an imagination. അകത്തെ മനുഷ്യൻ ഒരു കൺസെപ്റ്റോ ഒരു സങ്കല്പവുമല്ല. वास्तव में एक अंदर का इंसान है. യഥാർത്ഥത്തിൽ ഉള്ളില് നമുക്കൊരു അകത്തെ മനുഷ്യനുണ്ട്. मैं कल ऐसे बताया था, ഇന്നലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, छोटा बच्चा का जन्म होते वैसे अपना इनर मैन जब उद्धार पाया, एक नया सृष्टि अपने अंदर हुआ. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ചെറിയ കുട്ടി ശിശു അങ്ങനെ ജനിക്കുന്നു, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ശിശു ജനിക്കുകയാണ്. നമ്മുടെ उसको അകത്തെ हम മനുഷ്യൻ. वचन का दूध पिला के, നമ്മുടെ ഇന്നർമാനെ നമ്മൾ വചനമാകുന്ന पवित्र പാൽ आत्मा का കുടിപ്പിച്ച്, सामर्थ दे के പരിശുദ്ധാത്മാവിന്റെ ശക്തി हम കൊടുത്ത് उसको बढ़ाना है. നമ്മൾ അതിനെ വളർത്തണം. जैसे आपका इनर मैन बढ़ जाएगा, അങ്ങനെ നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ വളരുമ്പോൾ, आपका इनर मैन स्ट्रांग बन जाएगा. നമ്മുടെ अगത്തെ മനുഷ്യൻ ശക്തമാവുമ്പോൾ, हालेलुया. ഹല്ലേലൂയ, क्या होने वाला मालूम है? എന്ത് സംഭവിക്കും? आपका आउटर मैन, हालेलुया, आपका इनर मैन का अधिकार का नीचे आएगा. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നമ്മുടെ അകത്തെ മനുഷ്യന്റെ അധീനതയിൽ വരുവാൻ उसको कहते हैं स्पिरिचुअल ग्रोथ. അതിനെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് इनर എന്ന് मैन വിളിക്കുന്നത്. स्ट्रांग हो रहे, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ സ്ട്രോങ് ആണ്. इनर मैन आउटर मैन को कंट्रोल कर रहे. നമ്മുടെ അകത്തെ മനുഷ്യൻ പുറമേയുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നു. धन्यवाद यीशु. इनर मैन आउटर मैन को कंट्रोल कर. അകത്തെ മനുഷ്യൻ പുറമേയുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നു. अगर आपका आउटर मैन बहुत स्ट्रांग है, നമ്മുടെ പുറമേയുള്ള മനുഷ്യനാണ് സ്ട്രോങ് എങ്കിൽ, आपका इनर मैन നമ്മുടെ ഉള്ളിലെ बहुत മനുഷ്യൻ वीक है, വളരെ ദുർബലമാണ്. आपके इनर मैन बोलने वाला विषयों आउटर मैन सुनेगा नहीं. അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ പുറമേയുള്ള മനുഷ്യൻ मैं കേൾക്കും. ऐसे आपको बता के देना चाहता ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. हूं. एक व्यक्ति में ഒരു വ്യക്തിയില് शरीर, आत्मा, प्राण 3 फैक्टर्स है. ശരീരം, ആത്മാവ്, പ്രാൺ 3 കാര്യങ്ങളുണ്ട്. 3 फैक्टर्स है. 3 കാര്യങ്ങളുണ്ട്. हालेलुया. ओके, शरीर, आत्मा, ശരീരം, ആത്മാവ്, പ്രാൺ प्राण 3 फैक्टर्स है. 3 കാര്യങ്ങൾ. शरीर अपना आउटर मैन है. ശരീരം എന്നുള്ളത് നമ്മുടെ പുറമേ ഉള്ളത്. अपना आत्मा, നമ്മുടെ ആത്മാവ്, हालेलुया, हम कह सकते हैं अपना इनर मैन है. നമുക്ക് ഇന്നർമാൻ എന്ന് വിളിക്കാം. आत्मा, ആത്മാവിനെ. इस आत्मा में हम एक नया जन्म हुआ है. ഈ ആത്മാവിലാണ് നമ്മളൊരു പുതിയ ജന്മം പ്രാപിച്ചത്. जो अपना अंदर जो आत्मा था वो करप्टेड था. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് करप्टेड, पाप किया हुआ आत्मा था. പാപം ചെയ്തായിരുന്നു. पाप का नेचर उसमें था. പാപ സ്വഭാവം ഉണ്ടായിരുന്നു. आदमिक पाप का कारण से ആദമിന്റെ പാപം മൂലം ये तीनों फैक्टर्स करप्टेड हो गया. तीनों करप्टेड हो गया. 3 കാര്യങ്ങളും കറപ്റ്റഡ് ആയി. लेकिन जब हम नया श्रेणी से जन्म हो गया, എന്നാൽ നമ്മൾ പുതിയ സൃഷ്ടിയായി ജനിച്ചപ്പോൾ अपना आत्मा का एक नया जन्म हो गया. നമ്മുടെ ആത്മാവിന്റെ ഒരു പുതിയ ജനന അവിടെ नया जन्म कहाँ हो गया? പുതുജന്മം എവിടെയാണ് നടന്നത്? इन आवर स्पिरिट. നമ്മുടെ ആത്മാവില്. यीशु ने कहा യേശു പറഞ്ഞു, शरीर से नहीं है, शरीर में नहीं है, ശരീരത്തിലല്ല, आत्मा में जन्म हो गया. ആത്മാവിലാണ് വീണ്ടും ജനിച്ചത്. सो आपका आत्मा उद्धार पाया. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. आत्मा നമ്മുടെ ആത്മാവ് उद्धार पाया. आपका आत्मा उद्धार पाया. ആത്മാവ് രക്ഷിക്കപ്പെട്ടു. आत्मा नया जन्म पाया. ആത്മാവ് പുതുജന്മം एक नया सीढ़ी से जन्म हो गया, बच्चा जैसे बन गया. ഒരു പുതുതായി ജനിച്ച ഒരു ശിശുവിനെ हालेलुया. ഹല്ലേലൂയ. क्या कहा मैंने? अपने अंदर आत्मा में हम नया जन्म पाया.
നമ്മൾ ആത്മാവിൽ പുതുതായി ജനിച്ചവരാണ്. शरीर अभी भी आदमी के, ശരീരം ഇപ്പോഴും ആദമിക്ക്, आउटर मैन പുറമേയുള്ള മനുഷ്യൻ आदमी के, ആദമിന്റെ സ്വഭാവം. लेकिन अंदर एक जन्म हो गया. എന്നാൽ ഉള്ളിൽ ഒരു ജനനം നടന്നു. कौन? ആരാണത്? आत्मा में जो जन्म हो गया, उस व्यक्तित्व को हम एक नाम देख सकते हैं. ആത്മാവ് ജനിച്ച വ്യക്തിക്ക് നമുക്കൊരു പേര് കൊടുക്കാൻ I'm കഴിയും. going to share something very, I think, fresh for you. ഞാൻ ചില आपने सुना नहीं होगा ये जो concept. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യമാണ് It's in Bible only. ബൈബിളിലുള്ളത്. Hallelujah. But entirely different. ध्यान से सुनना है. अंदर जन्म हो गया व्यक्तित्व को हम एक नाम देख सकते हैं. ഉള്ളിൽ ജനിച്ച ആ മനുഷ്യൻ, ഉള്ളിലെ മനുഷ്യൻ कोई कह പേര് सकता है? കൊടുക്കാൻ കഴിയും. इनर मैन, ओके, इनर मैन, ഇന്നർ മാൻ, परमेश्वर का पुत्र मतलब यीशु मसीह. क्या विश्वास कर सकते हैं आप? You can you believe that Jesus is born inside you? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചത് Hello, യേശുവാണെന്ന്. when you receive Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ Jesus, आपके अंदर जन्म लिया है. യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ ജനിച്ചത്. इसलिए हम क्रिसमस का सीजन में कहते हैं അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് പറയാറുണ്ട്, यीशु अंदर जन्म होना चाहिए. യേശു പുറമേ അല്ല, നമ്മുടെ ഉള്ളിൽ, എല്ലാവരും ഉള്ളിൽ ജനിക്കണം. It's biblical. It's biblical. ഇത് ബൈബിളിലുള്ള It's കാര്യം തന്നെയാണ്. biblical. गलातियों का पत्र अध्याय 4 में पौलुस ने कहा, ഗലാത്യർ 4 പൗലോസ് പറയുന്നു, हेलो, ये बातों में ना, ऐसे वचनों में ना, ഇങ്ങനെയുള്ള വചനങ്ങൾ हम ऑर्डिनरी चर्च में बोल नहीं सकते. നമുക്ക് സാധാരണ ചില സഭകളിൽ जो പറയാൻ दूध കഴിയും. पीने वाला बच्चों को बोलेगा तो वो बोलेगा पास्टर कुछ दुरुपदेश बताया. പാല് കുടിക്കുന്ന കുട്ടികളോട് പറഞ്ഞ അവർ പറയും ദുരുപദേശം പറയാം. हालेलुया. उतना समझने का प्राप्ति उनको नहीं है. അത്രയും മനസ്സിലാക്കാനുള്ള അവർക്കില്ല. कोरिन्थ सभा में बोल नहीं सकते ये वचन, കൊരിന്ഥ സഭയിൽ പറയാൻ लेकिन കഴിയില്ല. अफसोस सभा में बोल सकते. എന്നാൽ എഫെസോസ് സഭയിൽ ഇത് പറയാൻ मैं കഴിയും. विश्वास कर रहा हूँ अपना कलीसिया का उस लेवल है इसलिए बोल रहा हूँ. ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ സഭയുടെ ലെവൽ ഇതാണ്, അതുകൊണ്ട് മനസ്സിലാകും. हालेलुया. बाकी लोगों को हजम नहीं कर पाएंगे. ബാക്കിയുള്ളവർക്ക് മനസ്സിലാകില്ല, ദഹിക്കില്ല. हालेलुया. बहुत केयरफुली में बात कर रहे. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ मुझे സംസാരിക്കുന്നത്. जानते हैं എനിക്കറിയാം डॉक्ट्रिन हाउ हेरेसी के बीच में जो लाइन होते हैं ना, धन्यवाद यीशु, हालेलुया, जो लाइन होते हैं ना, ഡോക്ടറിന്റെ ഇടയ്ക്കുള്ള ലൈൻ ഉണ്ട്, बहुत नैरो है. അത് വളരെ നാരോ ആണ്. थोड़ा उधर गया तो हेरेसी में जाएगा. അല്പം അങ്ങോട്ട് പോയാൽ ദുരുപദേശമായി മാറും. When we teach these kind of things, we must be very careful. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ Because കെയർഫുൾ the ആയിരിക്കണം. line of division, the line separates is very narrow. ആ ഉപദേശത്തിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ലൈൻ, നടുക്കുള്ള इसलिए ലൈൻ ഒത്തിരി ऐसे നാരോ बातों ആണ്. सिखाएगा ना, we must be very careful. We should never contradict with the other scriptures. അതുകൊണ്ട് നമ്മൾ Hallelujah. വളരെ ശ്രദ്ധയോടെ വചനം If our പഠിക്കണം. doctrine is contradicting with some other scripture, we must be silent about that. Hallelujah. ചില കാര്യങ്ങൾ See, I'm very careful. I'm very careful. Very carefully मैं कह रहा हूँ. അത് വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ പറയുന്നത്. गलातियों अध्याय 4 में लिखा है, ഗലാത്യർ 4 എഴുതിയിരിക്കുന്നു, पौलुस ने कहा, പൗലോസ് പറയുകയാണ്, मसीह यीशु को आपके अंदर जन्म देने के लिए मैं जज्जा का दर्द ले रहा हूं. യേശുവിനെ നിന്റെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടി ഞാൻ ആ പ്രസവവേദന അനുഭവിക്കുന്നു. ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ഉരുവാക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നു. ആമേൻ. हाँ, मसीह यीशु को आपके अंदर जन्म देने के लिए, हेलो, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. 4:19. हालेलुया. क्या लिखा उधर? मसीह यीशु को आपके अंदर उत्पन्न करने के लिए, जन्म देने के लिए पौलुस एक जज्जा का दर्द को ले रहे. ക്രിസ്തു യേശുവിനെ ഉള്ളിൽ ഉരുവാകുവാൻ പൗലോസ് ഒരു പ്രസവവേദന ഇവിടെ So what എടുക്കുകയാണ്. is the process? എന്താണ് ആ When a പ്രോസസ്? person accepts Jesus as his personal savior, ഒരു വ്യക്തി യേശു കർത്താവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി मसीह സ്വീകരിക്കുമ്പോൾ, यीशु को उद्धारकर्ता का रूप में स्वीकार करते, ക്രിസ്തു യേശുവിനെ സ്വന്തം രക്ഷിതാവായി उसका സ്വീകരിക്കുമ്പോൾ आत्मा में एक जन्म होते, ആ വ്യക്തിയുടെ ആത്മാവിൽ ഒരു ജനനം एक നടക്കുന്നു. स्पिरिचुअल जन्म होते. ഒരു ആത്മീയ ജനനമാണ് हाँ, നടക്കുന്നത്. वकील में कौन जन्म होते? യഥാർത്ഥത്തിൽ ആരാണ് ജനിക്കുന്നത്? यीशु का जन्म होते अंदर. യേശുവാണ് നമ്മുടെ ഉള്ളിൽ അപ്പോൾ ജനിക്കുന്നത്. Hello. ഹല്ലേലൂയ. So your inner man അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, is representing Jesus. നമ്മുടെ അകത്തെ മനുഷ്യൻ അത് My യേശുവിനെയാണ് God, I said കാണിക്കുന്നത്. something. ആമേൻ. आपका ഹല്ലേലൂയ. इनर मैन हकीकत में कौन है? നമ്മുടെ അകത്തെ മനുഷ്യൻ യഥാർത്ഥത്തിൽ यीशु ആരാണ്? का एक परिचय है, एक shadow है. യേശുവിന്റെ ഒരു ഷാഡോയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. बीज गिरा, यीशु का बीज गिरा. വിത്ത് വീണത് യേശുവിന്റേതാണ്. उस बीज से एक नया बच्चा का जन्म हो ആ गया. വിത്തിൽ നിന്ന് ഒരു പുതിയ ശിശു ജനിച്ചു. बाहर का इंसान को मैं बुलाना चाहता हूँ, പുറമേ ഉള്ള മനുഷ്യൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, ആദം എന്ന് വിളിക്കുന്നു. अंदर का इंसान को मैं बुलाना എന്നാൽ चाहता हूँ, ഉള്ളിലെ മനുഷ്യൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് आखिरी आदम
यीशु का एक परिचय. Hallelujah. അവസാനത്തെ ആദമായ യേശുവിന്റെ ഷാഡോ. So can I call that your inner being? അതുകൊണ്ട് നമുക്ക് ഇന്നർ മാനെ, Hallelujah, अंदर जन्म हो गया व्यक्ति ഉള്ളിൽ ജനിച്ച വ്യക്തിയെ सेकंड आदम का, लास्ट आदम का जैसे. അവസാന ആദമിനെ പോലെയാണ്. लास्ट आदम. അവസാനത്തെ ആദം. हेलो, समझ में आ रहे हैं ना आपको? നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ? ये दोनों का स्वभाव में क्या फर्क है? ഈ രണ്ടുപേരുടെ സ്വഭാവത്തിൽ എന്താണ് വ്യത്യാസം? आदम, फर्स्ट आदम, ആദ്യത്തെ ആദം he was taken from earth. ഭൂമിയിൽ നിന്ന് എടുത്തവനാണ്. उनका स्वभाव earthly है. സ്വഭാവം ഭൂമിയിലുള്ളതാണ്. बाहर का इंसान का स्वभाव क्या है? നമ്മുടെ പുറമേയുള്ള മനുഷ്യ സ്വഭാവം എന്താണ്? Always want to do sin. എപ്പോഴും പാപം ചെയ്യാനുള്ള ആഗ്രഹം. Always, falling for temptations. എപ്പോഴും ടെംപ്റ്റേഷനിൽ വീഴുന്ന സ്വഭാവം. पाप के लिए गिरने वाला इंसान. പാപത്തിൽ വീഴുന്ന മനുഷ്യനാണ്. आदम. അതാണ് പുറമേയുള്ള Oh, മനുഷ്യൻ मेरा ആദം. आदम. ഇതാണ് ആദം. There is a fight always happening with this Adam and the inner man. എപ്പോഴും ഈ ഫൈറ്റ് നടക്കുന്നത് ആദമും ഇന്നർമാനും തമ്മിലാണ്. अंदर जो इंसान है, അകത്തെ മനുഷ്യൻ, हेलो, अंदर जो इंसान है, ഉള്ളിലെ वो മനുഷ്യൻ, कौन है? अपने आत्मा. അതാണ് നമ്മുടെ ആത്മാവ്. नया श्रेणी से जन्म पाया आत्मा. പുതിയ രീതി ജനിച്ച ആത്മാവ്. हालेलुया. उस आत्मा का भी स्वभाव क्या है? ആത്മാവിന്റെ സ്വഭാവം എന്താണ്? पहले आदम का स्वभाव नहीं है. പുറമേയുള്ള ആദമിന്റെ സ്വഭാവമല്ല. लास्ट आदम यीशु मसीह का स्वभाव है. അവസാനത്തെ ആദമായ യേശു इसलिए കർത്താവിന്റെ സ്വഭാവമാണ്. अंदर का इंसान അതുകൊണ്ട് ഉള്ളിലെ മനുഷ്യൻ हमेशा अच्छा करना चाहते हैं. എപ്പോഴും നല്ല കാര്യങ്ങൾ The ചെയ്യാൻ inner ഉള്ളിലെ man മനുഷ്യൻ always want to ആഗ്രഹിക്കും. do good. അകത്തെ Hallelujah. മനുഷ്യൻ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ये कहाँ लिखा है? എവിടെയാണ് എഴുതിയിരിക്കുന്നത്? रोमियो 7वां अध्याय में लिखा है. റോമർ 7 എഴുതിയിരിക്കുന്നു. प्रेरित पौलुस ने कहा, അപ്പോസ്തലനായ मेरा പൗലോസ് बाहर का इंसान, എന്റെ പുറമേയുള്ള मेरा മനുഷ്യൻ, शरीर, എന്റെ ശരീരം, इसमें मैं ऐसे एक सिस्टम, एक व्यवस्था को देख रहा हूँ. ഞാൻ ഇവിടെ ഒരു വ്യവസ്ഥ കാണുന്നു. ഇവിടെ जिस व्यवस्था मुझे ഏത് हमेशा पाप का गुलाम बनाने वाला है. എന്നെ എപ്പോഴും പാപത്തിന്റെ അടിമയാക്കുന്ന ഒരു വ്യവസ്ഥ. हालेलुया. लेकिन मेरे अंदर एक इंसान है. എന്നാൽ എന്റെ ഉള്ളിൽ ഒരു मेरे മനുഷ്യനുണ്ട്. अंदर का इंसान, എന്റെ ഉള്ളിലെ मेरा മനുഷ്യൻ, आत्मा എന്റെ पाप ആത്മാവ് नहीं करना चाहते. പാപം ചെയ്യാൻ वो ആഗ്രഹിക്കുന്നില്ല. हमेशा पाप का विरुद्ध में लड़ना चाहते. എപ്പോഴും പാപത്തിന് വിരോധമായിട്ട് So പോരാടുവാൻ there is an ആഗ്രഹിക്കുന്നു. inner man and an outer man. നമ്മുടെ ഒരു ഇന്നർ The മാൻ ഉണ്ട്, outer ഔട്ടർ man മാൻ is ഉണ്ട്. having Adamic nature, ഔട്ടർ മാൻ ആഡമിക്കിന്റെ but the സ്വഭാവമാണ്. inner man is having, എന്നാ ഉള്ളിലെ the മനുഷ്യൻ, inner man of a born again Christian is having, ബോൺ അഗൈൻ ക്രിസ്ത്യനായ ഒരു ഇന്നർ മാന് कौन सा नेचर है? ഏതാണ് ആ നേച്ചർ? earthly नहीं है. ഭൂമിയിലെ അല്ല. लास्ट आदम कहां से आया? आखिरी आदम कहां से അവസാനത്തെ आया? ആദം എവിടെ നിന്നാണ് വന്നത്? സ്വർഗ്ഗത്തിൽ നിന്ന്. स्वर्ग से आया. സ്വർഗ്ഗത്തിൽ നിന്നാണ് വന്നത്. हेलो, ഹല്ലേലൂയ. प्रेज द लॉर्ड, प्रेज द लॉर्ड, प्रेज द लॉर्ड, प्रेज द लॉर्ड. सुन रहे हैं ना आपने? हालेलुया. धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु. आखिरी आदम, അവസാനത്തെ ആദം, सेकंड आदम टर्मिनोलॉजी गलत है, इसलिए मैंने जल्दी करेक्ट किया. സെക്കൻഡ് ആദം എന്നുള്ളത് തെറ്റാണ്. അവസാനത്തെ ആദം. क्यों मालूम है? എന്തുകൊണ്ടാണ്? सेकंड आदम है तो थर्ड आदम भी आने का चांस है. സെക്കൻഡ് ആദം എന്ന് പറയുന്നത് തേർഡ് There is no third Adam. മൂന്നാമത്തെ ആദം Jesus ഇല്ല. is the last Adam. യേശു കർത്താവാണ് ലാസ്റ്റ് हाँ, ആദം. हालेलुया. He is the last Adam. He, है ना, जिन्होंने हमें बचाने के लिए आए, आखिरी आदम है. There is no more chance. ആരാണ് For one നമ്മളെ more. വിടുവിക്കാൻ വന്നത്? അതാണ് അവസാനത്തെ ആദേശ. हालेलुया. फर्स्ट कोरिन्थियों पहले कोरिन्थियों 15वां अध्याय में लिखा है, 1 കൊരിന്ത്യർ 15 എഴുതിയിരിക്കുന്നു. आखिरी आदम അവസാന ആദം स्वर्ग से. സ്വർഗ്ഗത്തിൽ നിന്ന്. तो अपना आत्मा നമ്മുടെ ആത്മാവ് उस स्वर्गीय स्वभाव का मालिक है. ആ സ്വർഗീയ സ്വഭാവത്തിന്റെ inner ഉടമസ്ഥരാണ്. man. നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ. इसलिए अपना आत्मा पाप नहीं करना चाहता. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് ഉള്ളിലെ इसलिए മനുഷ്യൻ अपना പാപം ചെയ്യാൻ आत्मा पाप ആഗ്രഹിക്കാത്തത്. नहीं करना चाहता. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവ് പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. हालेलुया. हालेलुया. पवित्रता में जीना चाहता. വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. पाप नहीं करना चाहता. പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. थैंक यू जीसस. ഹല്ലേലൂയ. लेकिन अपने बॉडी क्या करते हैं? എന്നാ പുറമേയുള്ള ശരീരം എന്താണ് ചെയ്യുന്നത്? हेलो, अभी मैं उस कंपैरिजन को और एक बार करना चाहता हूँ. ഒരു പ്രാവശ്യം കമ്പാരിസൺ. अगर आपका आडमिक बॉडी, നമ്മുടെ ആഡമിക് ബോഡി वो बहुत मजबूत है. വളരെ സ്ട്രോങ് ആണ്. हालेलुया. क्या करेगा आप? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? पाप करेगा. അങ്ങനെയെങ്കിൽ നമ്മൾ പാപം ചെയ്യാൻ ഇടയാകും. अगर आपका आडमिक बॉडी बहुत मजबूत है तो നമ്മുടെ ആഡമിക് ബോഡി വളരെ സ്ട്രോങ് ആണെങ്കിൽ हम उसको खुला छोड़ा तो നമ്മൾ അതിനെ തുറന്നു വിട്ടുകയാണ്. हर प्रकार का जो चीज नहीं चाहिए हम में बढ़ेगा. എല്ലാം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പാപസ്വഭാവം കൊണ്ട് നമ്മളെ നിറയ്ക്കും. हर पाप का अभिलाषा बहुत मजबूत बन जाएगा. ആ പാപത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ओ വർദ്ധിക്കുകയാണ്. स्ट्रगलिंग क्रिश्चियन വളരെ वो स्ट्रगल बहुत ചെയ്തൊരു लड़ रहे हो, ക്രിസ്ത്യാനിമാർ. पास्टर जी मुझे बिल्कुल
एक जयवंत मसीह जीवन बिता नहीं सकते. അവർ പറയും പാസ്റ്ററെ എനിക്ക് ഒരിക്കലും ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ What is കഴിയുന്നില്ല. happening, you know? എന്താണ് നിനക്ക് You സംഭവിക്കുന്നത്? are feeding your Adamic men too much. നിങ്ങൾ Hallelujah. നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യനെ ആഡമിക് മനുഷ്യരെ നിങ്ങൾ വളരെ ഫീഡ് ചെയ്യുന്നു. I am not talking about physical food. നിങ്ങളുടെ ഫിസിക്കൽ ഫുഡിനെ That's പറ്റിയാണ് not പറയുന്നത്. going to corrupt you in that way always. Hallelujah. അത് നമ്മൾ हमेशा आपको वो करप्ट करने वाला नहीं है फिजिकल खाना. നമ്മുടെ कुछ खाना लेना नहीं, वो बात अलग है. हालेलुया. ശരീരത്തിൽ ആഹാരം നമ്മളെ ചീത്തയാക്കുന്നില്ല. जो आप देख रहे, जो आप सुन रहे, ये सब कुछ कहाँ जा रहे? നമ്മൾ കാണുന്നത് കേൾക്കുന്നത് എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? सुन रहे ना? നിങ്ങൾ കേൾക്കുന്നു? हेलो हेलो, सब लोग इधर देख लीजिए. എല്ലാവരും See all of your faces. Hallelujah. എല്ലാവരുടെ ഫേസ് കാണും. आप कुछ भी देखते, कुछ भी सुनते, तो आपका आदमिक इंसान के अंदर उस तीनों एरिया ना जहां आप प्रलोभित होते, उधर बहुत मजबूत हो जाएगा. നിങ്ങൾ എന്ത് കാണും എന്ത് കേൾക്കും നിങ്ങളുടെ ആഡംബിക് ശരീരം വളരെ സ്ട്രോങ് ആയി മാറുകയാണ്. हालेलुया. आंखों का लालच, കണ്ണിന്റെ അഭിലാഷ, फिर क्या था? ജഡ शरीर का अभिलाषा, ശരീരത്തിന്റെ അഭിലാഷ, जीवन का ജീവനത്തിന്റെ जीविका का പ്രതാപം, प्रताप, घमंड, ये सब बढ़ेगा. ഇതെല്ലാം വർദ്ധിക്കുവാനിടയാണ്. उस एरिया को फीड कर रहे हैं. ആ ഏരിയയാണ് നമ്മൾ ഫീഡ് आपको क्या ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. करना है? നമ്മൾ എന്ത് पौलुस ചെയ്യണം? ने कहा वैसे ही പൗലോസ് പറഞ്ഞതുപോലെ आपका शरीर को मार के फीट के वसा में लाना है. നമ്മുടെ ശരീരത്തെ നമ്മൾ വശത്തിൽ കൊണ്ടുവരണം. हालेलुया. ഹല്ലേലൂയ. वसा में लाना है, നമ്മുടെ ശരീരത്തെ വശത്തിൽ കൊണ്ടുവരണം. अधीन में लाना है, നമ്മുടെ അധീനതയെ കൊണ്ടുവരണം. अथॉरिटी में लाना है. നമ്മുടെ അധീനതയെ കൊണ്ടുവരണം. थैंक यू होली स्पिरिट. ഹല്ലേലൂയ. हमें कंट्रोल करना है शरीर को. നമ്മുടെ ശരീരത്തെ നമ്മൾ हमें നിയന്ത്രിക്കുന്നവരായിരിക്കണം. मतलब कौन? നമ്മളെന്ന് പറഞ്ഞാൽ ആര്? कौन? बाहर का मनुष्य को कंट्रोल करना है. कौन कंट्रोल करेगा? ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? अंदर का मनुष्य. അകത്തെ മനുഷ്യൻ കൺട്രോൾ ചെയ്യും. अभी देखो बाहर का मनुष्य बहुत मोटा है, बहुत तगड़ा है, तो कैसे एक छोटा अंदर का मनुष्य जो बच्चा जैसे कंट्रोल कर पाएगा? പുറമേയുള്ള മനുഷ്യൻ വളരെ സ്ട്രോങ് ആണ് എങ്കിൽ അകത്തെ ചെറിയ ശിശുവായ അകത്തെ മനുഷ്യനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ What was the problem with the Corinthian church, you know? ഒരു സഭയുടെ പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? कोरिन्थ कलीसिया का प्रॉब्लम क्या था मालूम है? ഒരു സഭയുടെ പ്രോബ്ലം എന്തായിരുന്നു? कोरिन्थ कलीसिया का प्रॉब्लम, ഒരു സഭയുടെ പ്രോബ്ലം कोरिन्थ कलीसिया में वरदानों में कोई कमी नहीं था. ഒരു സഭയിലെ കൃപാരങ്ങൾക്ക് Listen, ഒന്നും सुन കുറവില്ലായിരുന്നു. लीजिए, वरदान में कोई कमी नहीं. കൃപാരങ്ങൾ ഒരു കുറവുമില്ലായിരുന്നു. हाँ, I want to explain something. ഞാൻ ചിലത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Vardhan of anointing കൃപാ ഒരു is അഭിഷേകം not proving that a person's inner man is strong. അത് തെളിയിക്കുന്നില്ല ഒരു വ്യക്തിയുടെ ഉള്ളിലെ In മനുഷ്യൻ 1 സ്ട്രോങ് ആണെന്ന്. Corinthians chapter 1 it is written, 1 Corinthians chapter 1 എഴുതിയിരിക്കുന്നു, you're not lacking any of the gifts. നിങ്ങൾക്ക് ഒരു കൃപാവരത്തിനും കുറവില്ല. आप में कोई भी वरदान का कमी नहीं है. കൊരിന്ത്യർ സഭയിൽ ഒന്നിനും കുറവില്ല കൃപാവരങ്ങൾക്ക്. इशारा करेगा तो दुष्टात्मा भागेगा. അവര് കരം ചൂണ്ടിയ ദുഷ്ടാത്മാവ് ഓടിപ്പോകും. वरदान में कमी नहीं है. കൃപാവരത്തിൽ ഒരു കുറവുമില്ല. आउटर बॉडी में मैनिफेस्ट हो रही है, പുറമെ ബോഡിയിലെല്ലാം മാനിഫെസ്റ്റ് ആവും. लेकिन साथ में बहुत पाप का स्वभाव भी है. അതോടൊപ്പം തന്നെ അവിടെ വലിയ പാപ A സ്വഭാവം person, അവർക്കുണ്ട്. he is operating, you know, in both the ways. രണ്ട് രീതിയിൽ അവരിങ്ങനെ ഓപ്പറേറ്റ് काफी बड़े ചെയ്തുകൊണ്ടിരിക്കുകയാണ്. बड़े परमेश्वर के दासों में ना, വലിയ വലിയ ചില उसको ദൈവദാസന്മാര് दुनिया क्यों क्रिटिसाइज कर रहे हैं? അവരെ ലോകം എന്തുകൊണ്ടാണ് ക്രിട്ടിസൈസ് Hallelujah, ചെയ്യുന്നത്? because hallelujah, they are operating in anointing. At the same time, their physical body, Adamic body, is not crucified. കാരണം അവരുടെ അഭിഷേകം അവർക്കുണ്ട്, പക്ഷേ അവരുടെ പുറമെയുള്ള മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. Yesterday I was watching Benny Hinn. ഇന്നലെ ഞാൻ ബെന്നിഹിന്റെ വീഡിയോ बहुत കാണുമായിരുന്നു. अच्छा एक स्टेटमेंट उन्होंने किया. അദ്ദേഹം നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. देखो, हर परमेश्वर का दास है ना, उनका जीवन में गलतियां होते हैं. എല്ലാ ദേവദാസന്മാരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരും. Hallelujah, but God give them chance to repent. ദൈവം അവർക്ക് മാനസാന്തരത്തിനുള്ള I അവസരം believe, because കൊടുക്കാറുണ്ട്. परमेश्वर के लिए इतने उपयोगी बना परमेश्वर का दास है ना. ഞാൻ വിശ്വസിക്കും ദൈവത്തിന്റെ ഒത്തിരി ഉപയോഗിച്ച ദേവദാസനാണ്. मुझे प्यार करने वाला परमेश्वर क्या उनको प्यार नहीं करेगा? നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ആ कभी-कभी വ്യക്തിയെ मेरा സ്നേഹിക്കില്ല. स्वभाव क्या है, मैं कहेगा नहीं परमेश्वर उसको माफ करना नहीं है. എന്റെ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞ ദൈവമേ जब मैंने पाप करेगा बोलेगा प्रभु मुझे माफ करो, उनको माफ करना नहीं है. परमेश्वर ऐसा पक्षपात दिखाएगा നമ്മുടെ नहीं. കർത്താവ് പക്ഷാഭേദമുള്ള കർത്താവ്. God do not want to put any of the great servants of God into hell. ദൈവം ആഗ്രഹിക്കുന്നില്ല क्या ഒരു ദൈവദാസനും परमेश्वर चाहते, कोई നരകത്തിൽ परमेश्वर का പോകണമെന്ന്. दास को नरक में डालना चाहते इतने ദൈവം उपयोगी बनने के बाद में? ഇത്ര ഉപയോഗിച്ചതിന് ശേഷം ദേവദാസന്മാർ നരകത്തിൽ പോകുന്ന ദൈവം गलती हो गई उसका जीवन में. അവരുടെ ജീവിതത്തിൽ തെറ്റ് വന്നു. Shane brother was mentioning TB Joshua. ടി.ബി. ജോഷുവ പാസ്റ്ററെ പറ്റി മെൻഷൻ ചെയ്തു. Hallelujah. Earlier days I used to follow him, but now I do not follow him, Shane brother, because of the controversies afterwards came in his life. Everyone start with good motto, പണ്ട് ഞാൻ ഫോളോ ചെയ്യാൻ ഇപ്പൊ but after some time Satan may try to hijack their ministry. Hallelujah. ഒരു സമയത്തിന് ശേഷം പിശാച് ഹൈജാക്ക് ചെയ്യും അവരുടെ മിനിസ്ട്രി. Certain servants of God I do not follow now. ചിലരെ അതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല ഇപ്പോൾ. One of the servant of God, ഒന്ന് അതില്
Pastor Chris from South Africa. പാസ്റ്റർ ക്രിസ് സൗത്ത് ആഫ്രിക്ക. One time he was a great influence in my life. എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു സമയത്ത് ഇൻഫ്ലുവൻസ് ആയിരുന്നു. There was a time in 2005 and all. 2005 Hallelujah. But आज मैं उसको फॉलो नहीं करता. എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. कोई मुझे कहा साउथ अफ्रीका में क्रिस पास्टर का चर्च में जाने का चांस है, क्या आप जा सकते हैं? आपको जाना है? ആരോ എന്നോട് ചോദിച്ചു സൗത്ത് ആഫ്രിക്ക ക്രിസ് പാസ്റ്റർ ചർച്ചിൽ പോകാൻ 10-15 साल पहले तो मैं जाने वाला था. 10-15 വർഷം മുന്നേ ആയിരുന്നു ഞാൻ പോകുമായിരുന്നു. Hallelujah. मैंने कहा नहीं जाएगा. ഞാൻ പറഞ്ഞു പോകില്ല. They will give the visa, they will give 1 week accommodation, they will give everything. അവർ You വിസ just want to go. അക്കോമഡേഷൻ എല്ലാം തരും, പോയാൽ മാത്രം മതി. मैं बोला मैं नहीं जाना चाहता. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. क्योंकि अभी जो उनका जीवन में जो हो रहे उस अभिषेक मेरे अंदर आना नहीं चाहिए. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള അഭിഷേകം എനിക്ക് വേണ്ട. उसके साथ में एक कनेक्शन में करना नहीं चाहता हूँ. ആ ഒരു കണക്ഷൻ क्योंकि I want to be हालेलुया. उसका इम्पार्टेशन ना तो उसका हाथ रखे कुछ मिला करके मेरा जीवन में रिमोट में भी मैं एक सोच नहीं रखना चाहता. That's the reason. Hallelujah. They have anointing. അവിടെ അനോയിന്റിംഗ് ഉണ്ട്. But some of the areas in their Adamic body they become weak. എന്നാൽ അവർ ആഡമിക് ബോഡിയിലെ ചില ഏരിയയിൽ അവർ That's happening with lot of pastors. അനേക ദേവദാസന്മാരിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Today morning I was watching Benny Hinn. ഇന്ന് രാവിലെ ബെന്നിഹിനെ വാച്ച് ചെയ്യുമായിരുന്നു. Hallelujah. अच्छा परमेश्वर का दास. നല്ല ദേവദാസനാണ്. क्रिस को बेनी हिन को टीबी जोशुआ को प्रभु नरक में नहीं डालना चाहते. ക്രിസ്റ്റിനെ क्यों? ബെന്നിഹിനെ ഒന്നും ദൈവം നരകത്തിൽ ആഗ്രഹിക്കുന്നില്ല. इब्रानियों 6वां अध्याय में लिखा है. എബ്രായർ 6 എഴുതിയിരിക്കുന്നു. हालेलुया. परमेश्वर अनफेथफुल अविश्वासी नहीं है. ദൈവം അവിശ്വസ്തനല്ല ഒരിക്കലും. आपको इतना उपयोग करने के बाद में यूज एंड थ्रो करने के लिए നമ്മൾ ഇത്രയും ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് फिनिपास को കളയുവാൻ प्रभु उपयोग किया. फिनिपास ने गलती किया. परमेश्वर फिनिपास को इसलिए चांस देगा क्योंकि प्रभु का आशा क्या है मालूम है? अरे मेरा बच्चा नष्ट नहीं होना है. ഒരു കാരണം എന്റെ മകൻ जो यीशु आपको माफ किया उस यीशु उनको भी माफ करने के लिए तैयार है. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവ് അവരെ ക്ഷമിക്കാൻ തയ്യാറാണ്. हालेलुया. मन हमें होना चाहिए. അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. Jesus is ready to forgive. യേശു കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ്. लास्ट मोमेंट में कभी चांस देगा. ലാസ്റ്റ് മൂമെന്റിൽ विलियम അവസരം बरहाम का स्टोरी हुई था. विलियम बरहाम विलियम ब्रेनहाम ऐसे अलग अलग प्रोनाउंसिएशन होते. अमेरिकन नेम है, सो पीपल प्रोनाउंस इट इन अ डिफरेंट वे. विलियम बरनाम, विलियम बरहाम, विलियम ब्रेनहाम, ऐसे अलग अलग प्रोनाउंसिएशन होते हैं. हालेलुया. कौन था विलियम बरहाम? അതേ ആരായിരുന്നു? इतना बड़ा चिन्ह और चमत्कार के साथ में प्रभु उपयोग किया व्यक्ति है. ഇത്രയും വലിയ അത്ഭുതങ്ങൾ അടയാളം കൊണ്ട് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ്. लेकिन बहुत दुरुपदेशन सिखाना शुरू. എന്നാൽ വളരെ ദുരുപദേശം പഠിക്കാൻ उसका दोस्त उसको वार्निंग दिए. नो 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 यू आर गोइंग आउट ऑफ द वे. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വാണിംഗ് ചെയ്തു നിങ്ങൾ തെറ്റായ രീതിയിലാണ് പോകുന്നത്. प्रभु ने उसको हीलिंग मिनिस्ट्री दिया. ദൈവം അദ്ദേഹം ഹീലിംഗ് बाइबल टीचर का मिनिस्ट्री नहीं दिया. ബൈബിൾ ടീച്ചറുടെ മിനിസ്ട്രി കൊടുത്തില്ലായിരുന്നു. डेंजर क्या है मालूम है? जो मिनिस्ट्री नहीं दिया वो हम कभी भी करना नहीं है. ദൈവം തരാത്ത ശുശ്രൂഷ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. लेकिन कुछ विलियम बरहाम का दोस्तों उनको कहा അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറഞ്ഞു आप इतना हीलिंग कर रहे, क्रूसेड में हजारों लोग आ रहे, നിങ്ങൾ ഇത്രയും സൗഖ്യ ശുശ്രൂഷ കൊടുക്കുന്നു ആയിരക്കണക്കിന് हीलिंग मत करो. അതുകൊണ്ട് ഇനി बीच में थोड़ा वजन भी बताओ. നിങ്ങൾ അല്പം വചനം जो കൂടെ व्यक्ति को പറയുക. वजन का ABCD जानता नहीं है, എന്നാ വചനത്തിന് ABCD वो അറിയാത്ത वजन വ്യക്തി सिखाना शुरू ആ किया. വ്യക്തി വചനം പഠിപ്പിക്കാൻ बहुत बड़ा गड़बड़ हो തുടങ്ങി. गया. വലിയ തെറ്റ് പറ്റുവാടി बेवकूफी सिखाना शुरू किया. മണ്ടത്തരം പഠിപ്പിക്കാൻ लोग തുടങ്ങും. उनको वार्निंग दिया, नो मत करो ये बात. മറ്റുള്ളവർ വാണിംഗ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. लेकिन उन्हें सुनने के लिए तैयार नहीं. എന്നാ അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല. इतिहास में क्या हो गया मालूम है? ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? एक हालेलुया कार एक्सीडेंट में उनका अंत हो गया. കാർ ആക്സിഡന്റ് അദ്ദേഹം രോഗത്തിൽ മാറ്റപ്പെടുകയായി. कार एक्सीडेंट में अंत हो गया. उनका एक्सीडेंट हो गया. അദ്ദേഹത്തിന്റെ ആക്സിഡന്റിന് ശേഷം उनका पत्नी हालेलुया एक्सीडेंट में बहुत सीरियस होकर बेहोश होकर पड़ा था. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സീരിയസ് ആയിട്ട് पीछे का गाड़ी में उसका बेटा दूसरा गाड़ी में आ रहा था. പുറകിൽ മറ്റൊരു വണ്ടി മകൻ बेटा गाड़ी रुका के भाग के आया, पापा का एक्सीडेंट हो गया. ആ മകൻ വണ്ടി നിർത്തിട്ട് ഓടി വന്നു. പിതാവിന്റെ ആക്സിഡന്റ് विलियम बरहाम को होश था. വില്യം എബ്രാമിനെ विलियम बरहाम पूछा मम्मी कैसे? മമ്മി എങ്ങനെയുണ്ടെന്ന് तो ചോദിച്ചു. बेटा जाके देखो तो पूरा क्या बोलते स्कल ओपन हो गया है. തലച്ചോറ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അമ്മയുടെ. തലയോട്ടി പൊട്ടി, ബ്ലീഡിംഗ്, and she is no more, मर गया. അമ്മ മരിച്ചുപോയി. विलियम बरहाम ने क्या कहा मालूम है? അദ്ദേഹം എന്താണ് ചെയ്തത്? उसका हाथ तो टूटा हुआ था. ആ बेटा मेरा हाथ मम्मी का सिर पे रखो. वो എന്റെ കരം എടുത്ത് മമ്മിയുടെ തലയിൽ വെക്കാൻ പറഞ്ഞു.
खुद हाथ उठा नहीं सकते, സ്വന്തമായിട്ട് बेटा ने उस हाथ उठा के माँ का सिर पे रखा, മകൻ കരമെടുത്ത് അമ്മയുടെ she തലയിൽ got her വെച്ചു. life back, അവള് she ജീവിക്കാനിടയായി. got raised from death. അവൾ മരണത്തിൽ That was the ഉയർത്തെഴുന്നേറ്റു. anointing he was carrying. അത്രമാത്രം അഭിഷേകം അദ്ദേഹത്തിന്റെ ഉള്ളിൽ लेकिन ഉണ്ടായിരുന്നു. विलियम ब्रह्म मर गया എന്നാൽ അദ്ദേഹം उस മരിച്ചു एक्सीडेंट में। ആക്സിഡന്റില്. अभी दुनिया उसको किस रीति में देखते हैं मालूम है? ഇപ്പോൾ ലോകം എങ്ങനെയാണ് बहुत बड़ा കാണുന്നത്? दुरुपदेश सिखाया व्यक्ति। വലിയ ദുരുപദേശം പഠിപ്പിച്ച വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണും. विलियम ब्रह्म का एक्सीडेंट हो गया उसी समय में, അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായ അതേ उसको സമയത്ത് वार्निंग दिया, पास्टर दूसरे एक मंच में खड़ा था, അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്ത പാസ്റ്റർ മറ്റേ उन्होंने क्राउड को कहा समथिंग इज हैपनिंग विद विलियम ब्रह्म, प्रे फॉर हिम। വലിയ കൂട്ടത്തോട് പറഞ്ഞു വില്യം എബ്രഹാമിന് प्रभु यूज एंड സംഭവിക്കുന്നുണ്ട്. थ्रो नहीं करना चाहिए। നമ്മുടെ കർത്താവ് യൂസ് ആൻഡ് ത്രോ कभी कभी ज्यादा उछलते हैं ना, കൂടുതലായിട്ട് നമ്മളൊന്ന് അഹങ്കരിക്കുമ്പോൾ प्रभु थोड़ा छोटा सजा देकर उनको वापस बुलाए। കർത്താവ് ചില അടി കൊടുത്തിട്ട് തിരിച്ചു വിളിക്കേണ്ടിയാകും. ऐसे काफी परमेश्वर के दासों के साथ അങ്ങനെ हुआ। അനേക क्योंकि ദേവദാസന്മാർക്കുണ്ടായി. लाइन छोड़ के गया, ആ ദൈവത്തിന്റെ गलत उपदेश सिखाना शुरू തെറ്റുപദേശം किया। പഠിപ്പിക്കാൻ अनॉइंटिंग सही है, അഭിഷേകം लेकिन ശരിയാണ്. आदम गड़बड़ कर रहे हैं। എന്നാൽ പുറമേയുള്ള മനുഷ്യൻ अंदर ആദം का आदम को പഠിപ്പിക്കുന്നു. मजबूती नहीं है, ഉള്ളിലെ മനുഷ്യൻ ശക്തമല്ല. अंदर का लास्ट आदम का इमेज जो अंदर है ना, उसको इनर मैन को मजबूती नहीं है। ഇന്നർമാൻ ശക്തമല്ലത്രേ. हाँ, सुबह बेनिहिन ने क्या कहा मालूम है? രാവിലെ ബെന്നി Some എന്താണ് time പറഞ്ഞത്? ago, कुछ महीने पहले उनको एक विजन मिला। കുറച്ച് മാസം മുന്നേ അദ്ദേഹത്തിന് വിഷൻ കിട്ടി. वो विजन क्या था मालूम ആ है? വിഷൻ എന്തായിരുന്നു? He saw two kind of anointings. രണ്ട് രീതിയിലുള്ള അഭിഷേകം. One anointing is ഒരു അഭിഷേകം upon a person, एक व्यक्ति के ऊपर, ഒരു വ്യക്തിയുടെ മുകളിൽ मुगलिल, ഒരു വ്യക്തിയുടെ മുകളിൽ ഇരിക്കുന്ന അഭിഷേകം। दूसरा एक तरह का anointing है, രണ്ടാമത്തെ ഒരു एक അഭിഷേകം व्यक्ति के अंदर रहने वाला ഒരു अभिषेक। വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്ന बनी അഭിഷേകം. ने क्या कहा मालूम है? ബെനീൻ ये എന്താണ് ऊपर रहने वाला अभिषेक से തലയിൽ ഉള്ള तुम അഭിഷേകത്തെ चिन्ह और चमत्कार कर सकते हैं, നമുക്ക് അത്ഭുതങ്ങൾ അടയാളം ചെയ്യാൻ കഴിയാതെ बहुत miracles होने वाला है। ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും. അത് കാണും. लेकिन that anointing എന്നാൽ ആ will അഭിഷേകം not help you to grow in Christian life. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വളരുവാൻ അത് वो നമുക്ക് चिन्ह और चमत्कारों करने वाला व्यक्ति का जीवन में उस anointing से कोई इफेक्ट नहीं है। ആ അത്ഭുതങ്ങളും അടയാളവും കാണിക്കുന്ന വ്യക്തിയിലുള്ള ആ मुझे अच्छा അഭിഷേകം लगा, उस डॉक्टरिन अच्छा लगा। ആ ഡോക്ടർ എനിക്ക് ബെനീൻ നന്നായിട്ട് കഹാ. തോന്നി. ബെനീൻ പറഞ്ഞു एक सिर में एक टोकरी रखा हुआ इसे उस व्यक्ति का अनुभव है। തലയിൽ ഒരു കൊട്ട വെച്ച പോലെയാണ് അദ്ദേഹത്തിന്റെ उस അനുഭവം. टोकरी में बहुत गिफ्ट्स है, ആ കൊട്ടയിൽ ഒത്തിരി he is ഗിഫ്റ്റ്സ് ഉണ്ട്. operating in that gifts, ആ ഗിഫ്റ്റ്സ് വെച്ച് but ഓപ്പറേറ്റ് that ചെയ്തുകൊണ്ടിരിക്കുകയാണ്. gifts are a burden for him, like a basket he is carrying. ആ ഗിഫ്റ്റ് അദ്ദേഹത്തിന് വലിയൊരു ഭാരമാണ് അനുഭവപ്പെടുന്നത്. തലയിൽ ആ കൊട്ട That വെച്ചിരിക്കുന്നത്. kind of servants of God, they may destroy themselves. Hallelujah. അങ്ങനെയുള്ള ദേവദാസന്മാർ അവരെ തന്നെ One, നശിപ്പിക്കുന്നു. कुछ समय बाद में खुल्लम वो तमाशा बन जाएगा लोगों के सामने, കുറെ നാളിന് ശേഷം അവർ പരസ്യ കോലമായി क्योंकि अभिषेक बाहर से दिखते हैं, അഭിഷേകം പുറമേ കാണുന്നു. आउटर मैन में कुछ कार्य हो रहे, പുറമേയുള്ള മനുഷ്യരുടെ इनर അടുത്ത് मैन में നടക്കുന്നു. नथिंग इज देयर इन द इनर मैन। എന്നാ അവർ ഉള്ളിലെ മനുഷ്യരിൽ ഒന്നുമില്ല. लेकिन बेनीन कहा എന്നാ ബെനീൻ പറഞ്ഞു कुछ लोगों का अभिषेक अंदर इनर मैन में है, ചിലരുടെ അഭിഷേകം इनर ഉള്ളിലാണ്, मैन इज ഇന്നർമാനിലാണ്. स्ट्रांग। അവർ वो ഇന്നർമാൻ मेरा സ്ട്രോങ് वर्षन ആണ്. है। बेनीन का अंदर जो अभिषेक है ना, बेनीन इट्स उल्लियों वाला समथिंग अभिषेक। लाइक ए पिलर, അത് പില്ലർ इट्स പോലെയാണ്. नॉट ए burden like a hallelujah basket, അത് ഒരു ബാസ്ക്കറ്റ് പോലെ it's ബേഡനായിട്ട് something like a pillar അതൊരു പില്ലർ that will പോലെയാണ്. make that servant of God a strong servant of God. ആ അഭിഷേകം ഒരു ദൈവദാസനെ What you സ്ട്രോങ് want ആയിട്ട് ദൈവദാസനാക്കി exactly? മാറ്റും. आपको क्या चाहिए? നിങ്ങൾക്ക് എന്താണ് क्या വേണ്ടത്? आपका आउटर मैन स्ट्रांग होना चाहिए? നിങ്ങളുടെ ഔട്ടർമാൻ ആണോ സ്ട്രോങ് आपका ആവേണ്ടത്? आउटर मैन में वरदान हो, നിങ്ങളുടെ പുറമേയുള്ള आपका മനുഷ്യൻ नाम കൃപ बहुत വരും. बड़ा बन गया, നിങ്ങളുടെ പേര് आप വളരും. फेमस बन गया, നിങ്ങൾ आप पैसा वाला बन गया, പൈസക്കാരായി മാറും. उसमें कोई मतलब नहीं है। അതിലൊരു കാര്യവുമില്ല. आपको मजबूत होना है നിങ്ങൾ strong आपका ആകണം. इनर मैन में। നിങ്ങളുടെ ഇന്നർമാനിലാണ് നമ്മൾ സ്ട്രോങ് ആകേണ്ടത്. जो गिरे हुए परमेश्वर का दास सब है ना, ആ വീണ ദേവദാസന്മാരെല്ലാം why we are not following them? എന്തുകൊണ്ട് നമ്മൾ അവരെ Even ഫോളോ today ചെയ്യും? I am not following Benihin, ഞാൻ ഇന്ന് ബെനീഹിനെ ഫോളോ I am ചെയ്തില്ല. not following him, ഞാൻ ഫോളോ I am ചെയ്തില്ല. not following TB Joshua, ടി ബി ജോഷിനെ I am ഫോളോ not following ചെയ്യുന്നില്ല. Chris, ക്രിസ്റ്റിനെ ഞാൻ ഫോളോ because in ചെയ്യുന്നില്ല. सबके जीवन में ഇവരെല്ലാം ജീവിതത്തില് शुरुआत बहुत अच्छा था, തുടക്കം लेकिन നല്ലതായിരുന്നു. लास्ट में they failed in certain areas. ലാസ്റ്റ് അവർ അവരുടെ ചില ഏരിയയിൽ ഒരു പരാജയപ്പെട്ട വ്യക്തികളാണ്. Hallelujah. ഹല്ലേലൂയ. अभी बेनिन रिपेंट कर रहे हैं, ഇപ്പോൾ ബെനീഹിൻ മാനസാന്തരപ്പെടുന്നു. बहुत रिपेंट कर रहे हैं। ഒത്തിരി ഏറ്റു लास्ट പറയുന്നു. ईयर इन an interview he said that ഒരു I did ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു mistakes, मैंने झूठा भविष्यवाणी दी, ഞാൻ ഒത്തിരി കള്ളപ്രവചനം പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. मैंने झूठा भविष्यवाणी दी, ഒത്തിരി मैंने കള്ളപ്രവചനം പറഞ്ഞു. prosperity gospel preach ഞാൻ किया, ഒത്തിരി prosperity പ്രോസ്പെരിറ്റി समृद्धिയുടെ സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ചു. प्रभु उनको एक मौका दे रहे हैं। ദൈവം അദ്ദേഹത്തിന് ഒരു അവസരം Last year കൊടുക്കുകയാണ്. उन्होंने कहा ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു I am in the end of my road, मेरा रास्ता का अंत में मैं पहुंचा। എന്റെ റോഡിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. एक हफ्ते पहले उन्होंने कहा, ഒരാഴ്ച മുന്നേ അദ്ദേഹം उन्होंने एक പറഞ്ഞു दर्शन देखा, അതേ ഒരു ദർശനം और കണ്ടു. स्वर्ग में प्रवेशन करने के लिए खतर में क्या बोलते हैं क्यू में खड़ा है, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നതായിട്ട്. आगे के काफी लोगों को रिजेक्ट कर रहे हैं,
മുന്നിലുള്ള उनको डर लगा, उनको भी रिजेक्ट करेगा. മുന്നിലുള്ള പല ലൈനിലുള്ള പലരും റിജക്ട് ചെയ്യുന്നു. അദ്ദേഹം ഭയം തോന്നി എന്നെ in the റിജക്ട് path of ചെയ്യുമോ. repentance. He is in the path of repentance. അദ്ദേഹം ആ ഒരു മാനസാന്തരത്തിന്റെ मैं आपको कहना ഏറ്റവും चाहता हूँ, प्रभु उनको मौका दे रहे. ദൈവം അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ്. हालेलुया. ഹല്ലേലൂയ. तो अभिषेक कहाँ मजबूत होना चाहिए? അഭിഷേകം എവിടെയാണ് സ്ട്രോങ് ആകുന്നത്? ഉള്ളില്, इनर मैन में. നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യനിലാണ് इनर मैन का अभिषेक आउटर मैन में मैनिफेस्ट होना चाहिए. ഇന്നർ മാനിലുള്ള അഭിഷേകമാണ് പുറമെയുള്ള മനുഷ്യരിലേക്ക് അത് വ്യാപരിക്കേണ്ടത്. बाकी सब दिखावत है भाई. ബാക്കിയെല്ലാം പുറമെ കാണിക്കുന്ന വെറും കാഴ്ചയാണ്. हालेलुया. उसमें कोई मतलब नहीं है. അതിലൊരു കാര്യവുമില്ല. ये अद्भुत चमत्कार किया व्यक्ति शायद नरक में जाएगा. ഈ അത്ഭുതവും സൗഖ്യവും കൊടുത്തവർ ചിലപ്പോൾ നരകത്തിൽ പോകും. यीशु को कहेगा, यीशु आपका नाम है, मैंने भूतों को निकाल दिया. അവർ യേശുവിനോട് പറയും, യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. यीशु मुझे क्या कौन? യേശു പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല, നീ ആരാണ്. ആമേൻ. ഹല്ലേലൂയ. Jesus is that much heartless. ആമേൻ. യേശു ഹൃദയമില്ലാത്തവനാണ് അങ്ങനെ इनर मैन പറയുന്നത്. में यीशु नहीं था. കാരണം അവർ ഇന്നർമാനിൽ आपका इनर मैन कौन है? നിങ്ങളുടെ ഇന്നർമാൻ ആരാണ്? Who is born inside you? നിങ്ങളുടെ അകത്ത് ആരാണ് ജനിച്ചത്? യേശു. Jesus. യേശുവാണ് उस ജനിച്ചത്. यीशु को आपको बढ़ाना है. ആ യേശുവിനെയാണ് നമ്മൾ I am വളർത്തേണ്ടത്. preaching something, my dear church. ഹല്ലേലൂയ. आपका इनर मैन यीशु आत्मा में जन्म हो गया एक अवस्था है, तो നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ യേശു ആത്മാവ് ജനിച്ച അവസ്ഥയാണെങ്കിൽ दिन प्रतिदिन उस इनर मैन को आपको बढ़ाना है. ഓരോ ദിവസം തോറും നമ്മൾ ആ ഇന്നർമാനെ നമ്മൾ വളർത്തണം. इनर मैन जैसे बढ़ जाएगा, ഇന്നർമാൻ വളർന്നു കഴിയുമ്പോൾ, मजबूत हो जाएगा, സ്ട്രോങ് ആകുമ്പോൾ, स्ट्रॉन्ग बन जाएगा. സ്ട്രോങ് ആകുമ്പോൾ आउटर मैन का कान पकड़ के कहेगा उधर बैठो. പുറമേയുള്ള ജഡിക മനുഷ്യന്റെ കാത് പിടിച്ചിട്ട് പറയും, നീ അവിടെ If you അടങ്ങിയിരിക്കാൻ. have a strong inner man, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് you ഇന്നർമാൻ will ഉണ്ടെങ്കിൽ never be a struggling Christian. നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രഗിളിംഗ് ക്രിസ്ത്യാനിയെ ജീവിക്കയില്ല. आपका आउटर मैन को दबा के बिठाने का ताकत आपका इनर मैन को मिलेगा. നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യനെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനുള്ള ശക്തി നിങ്ങളുടെ ഇന്നർമാൻ ഉണ്ടായിരിക്കും. Hallelujah. ഹല്ലേലൂയ. What Bible talks about your inner man? ബൈബിൾ പറയുന്നുണ്ട് ഇന്നർമാനെ आपका പറ്റി. इनर मैन के बारे में बाइबल क्या कहते हैं? ബൈബിളിൽ എന്താണ് പറയുന്നത് ഇന്നർമാനെ പറ്റി? कुछ स्क्रिप्चर्स हम पढ़ेगा. ചില വാക്യങ്ങൾ വായിക്കാം. दूसरे कोरिन्थियों 4 का 16 पढ़ लीजिए. 16 पढ़ लीजिए. 2 കൊരിന്ത്യർ 4:16. माइक है तो माइक में पढ़ लीजिए. इसलिए हम हियाव नहीं छोड़ेगा. देखो तो इसलिए हम हियाव नहीं छोड़ेगा. कष्ट कठिनाई मुसीबतें दबाने के लिए काफी चीजों चारों तरफ हो रहे. Number of things are happening around me, നമ്മുടെ ചുറ്റും പലതും സംഭവിക്കുന്നുണ്ട്. but I will not lose heart. എന്നാൽ ഞാൻ यद्यपि हमारा बाहरी मनुष्यत्व नाश भी होता जाता है, तो भी हमारा भीतरी मनुष्यत्व दिन प्रतिदिन नया होता जाता है. सुना ना आपने? मेरा बाहर का इंसान ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ दिन प्रतिदिन ഓരോ ദിവസവും वीक होता जाता ക്ഷയിച്ചു है. പോയിക്കൊണ്ടിരിക്കുന്നു. लेकिन उसी के साथ में എന്നാൽ അതോടൊപ്പം തന്നെ my inner man എന്റെ is അകമേയുള്ളവൻ getting strong every day. നാൾക്ക് നാൾ പുതുക്കം There പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. is no aging for my inner man. അവിടെ There is no aging. ഒരു പ്രായമില്ല. പ്രായം കൂടത്തില്ലെന്ന്. मेरा अंदर का इंसान को कभी उम्र बढ़ता नहीं है. ഉള്ളിലെ മനുഷ്യന് പ്രായം കൂടുന്നില്ല. मेरा बाहर का इंसान അവിടെ പുറമേയുള്ള മനുഷ്യൻ दिन प्रतिदिन उम्र बढ़ने वाला है. ഓരോ ദിവസം പ്രായത്തിൽ ताकत വർദ്ധിക്കും, कम होने वाला है. ശക്തി കുറയും. कितना भी आप कोशिश करो, എത്ര നമ്മൾ ശ്രമിച്ചാലും, कितना भी आप उम्र कम करने के लिए कोशिश എത്ര करो, പ്രായം കുറവാക്കാനും നമ്മൾ ശ്രമിച്ചാലും हालेलुया, there is a limitation. അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. कुछ समय के बाद में കുറെ സമയത്തിന് ശേഷം हालेलुया आपका स्किन बदलेगा, നമ്മുടെ സ്കിന്ന് മാറും, आपका बालों का कलर अलग हो നമ്മുടെ जाएगा, മുടിയുടെ കളർ മാറും, बालों गिर जाएगा, മുടി बालों പൊഴിയാനിടയാകും. का खूबसूरती चला जाएगा. പണ്ടത്തെ സൗന്ദര്യം कितना भी आप നഷ്ടപ്പെടും. कोशिश करो, എത്ര നമ്മൾ ओ ശ്രമിച്ചാലും. पौलुस कह रहे दिन प्रतिदिन मेरा बाहर का इंसान कमजोर हो रहे, പൗലോസ് പറയുകയാണ്, ഓരോ നിമിഷവും दिन എന്റെ प्रतिदिन പുറമേയുള്ള मेरा മനുഷ്യൻ बाहर का ക്ഷയിക്കുന്നു, इंसान कमजोर हो रहे, പുറമേയുള്ള മനുഷ്യൻ लेकिन ബലഹീനായിക്കൊണ്ടിരിക്കുന്നു. अंदर अंदर मेरा भीतर एक इंसान है. എന്നാൽ എന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനുണ്ട്. मैं आत्मा में जन्म पाया, उस दिन जन्म किया, जन्म हुआ उस बच्चा दिन प्रतिदिन बड़ा होके स्ट्रॉन्ग हो रहे. ഞാൻ ആത്മാവിൽ ജനിച്ച ദിവസം എന്റെ ഉള്ളിൽ ജനിച്ച ആ ശിശു ഓരോ ദിവസവും ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. सुन रहे हैं आपने? നിങ്ങൾ കേൾക്കുന്നു? हेलो, क्या आपका अंदर का इंसान നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ, मसीह में जन्म हो गया बच्चा ദൈവത്തിൽ ജനിച്ച മനുഷ്യൻ कितना बड़ा है? എത്രമാത്രം വളർന്നു? अंदर का इंसान को क्या उम्र हो गया? ഉള്ളിലെ മനുഷ്യൻ എത്ര പ്രായമായി? हालेलुया.
कोरिन्थ कलीसिया का प्रॉब्लम क्या था? കൊരിന്ത്യ സഭയുടെ പ്രശ്നം कोई भी എന്തായിരുന്നു? वरदानों में कमी नहीं था, അവർക്കൊരു കൃപാവരത്തിനും കുറവില്ലായിരുന്നു. लेकिन उस कलीसिया में जितना गड़बड़ था दूसरा कोई भी कलीसिया में ആ സഭയിലുള്ളത് പോലെ പ്രശ്നം വേറെ इतना ഒന്നുമില്ലായിരുന്നു. पाप था उस कलीसिया में, അത്രമാത്രം പാപത്താൻ वो തന്നെ हर സഭയായിരുന്നു. प्रकार का पाप कोरिन्थ कलीसिया में। എല്ലാ രീതിയിലുള്ള പാപവും കൊരിന്ത്യ Sins of സഭയിലുണ്ടായിരുന്നു. Corinth is a message. Hallelujah. कोरिन्थ का पाप एक बहुत बड़ा संदेश है. കൊരിന്ത്യ സഭയിലെ പാപത്തെ പറ്റി വലിയൊരു മെസ്സേജ് ഉണ്ട്. Hallelujah. Sins of Corinth. കൊരിന്ത്യ സഭയിലെ लिस्ट बना പാപങ്ങൾ के हम मैसेज दे सकते हैं. ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് മെസ്സേജ് उतना പറയാൻ കഴിയും. पाप कोरिन्थ में था, അത്രമാത്രം പാപങ്ങൾ ആ लेकिन कोई भी സഭയിലുണ്ടായിരുന്നു. वरदान में कमी नहीं. എന്നാൽ അവിടെ ഒരു കൃപാവരത്തിനും How it കുറവുമില്ലായിരുന്നു. is possible? ഇതെങ്ങനെ സംഭവിക്കുന്നു? पाप करेगा तो कैसे वरदान ऑपरेट होते हैं? പാപം ചെയ്ത കൃപാവരം ഓപ്പറേറ്റ് ആവോ? क्योंकि एक व्यक्ति को वरदान देने के बाद में എന്നാൽ ഒരു വ്യക്തി കൃപാവരം കൊടുത്തതിന് God will ശേഷം not repent. ദൈവം പശ്ചാത്താപം के लिए वो അനുദപിക്കുന്നില്ല. इंसान नहीं है. അനുദപിക്കാൻ മനുഷ്യനല്ല. उसको ऐसी इमोशन नहीं है. ദൈവത്തിന് ഇമോഷൻ ഇല്ല. जैसे कुछ घटना होते वो बदलने वाला परमेश्वर नहीं ചില है. സംഭവങ്ങൾ വരുമ്പോ एक മാറുന്നവനല്ല व्यक्ति को കർത്താവ്. वरदान दिया, ഒരു വ്യക്തിക്ക് കൃപാവരം കൊടുത്തു. उन्होंने जब पाप किया ആ വ്യക്തി പാപം और ചെയ്തു. वो आके बोलेगा नहीं अरे मैंने दिया वरदान वापस दे दो, ദൈവം വന്ന് പറയില്ല ഞാൻ തന്ന കൃപാവരം തിരിച്ചു തരാൻ. क्योंकि കാരണം हालेलुया ऐसे परमेश्वर कहेगा नहीं मैंने गलती किया. അങ്ങനെ ദൈവം ഒരിക്കലും പറയില്ല എനിക്ക് തെറ്റുപറ്റി. No, God will never repent about his gifts. That's what Bible ദൈവം തന്നെ says. കൃപാവരത്തെ പറ്റി परमेश्वर उसका അനുദപിക്കുന്നില്ല. वरदान के बारे में पछताना वाला नहीं है करके वचन में लिखा है. കൃപാവരത്തെ പറ്റി അനുദപിക്കുന്നില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. लेकिन हिसाब पूछने वाला एक दिन है, എന്നാൽ കണക്ക് ചോദിക്കുന്ന तभी ഒരു पूछेगा ദിവസമുണ്ട്. तेरा टैलेंट को तूने क्या किया, അപ്പോൾ ചോദിക്കും നിനക്ക് തന്ന उपयोग talent किया, എന്ത് गाड़ ചെയ്തു? कर रखा, मिसयूज किया, तभी आंसर देना നീ पड़ेगा. കുഴിച്ചു വെച്ചോ മൂടി വെച്ചോ അതോ നീ മിസ്യൂസ് ചെയ്തോ നമ്മൾ ആൻസർ പറയേണ്ടി വരും. हालेलुया. ഹല്ലേലൂയ. वरदानों में कोई कमी नहीं है, കൃപാവരത്തിൽ ഒരു കുറവുമില്ല. लेकिन पवित्रता में गिरा हुआ अवस्था है. എന്നാൽ വിശുദ്ധിയിൽ വീണ അവസ്ഥയാണ്. That is the dangerous situation. അതാണ് ഒരു അപകടകരമായ आज का situation. कलीसिया में भी यही हो रहे. ഇന്നത്തെ സഭയിൽ ഇതാണ് पास्टर्स നടക്കുന്നത്. पाप कर रहे, वरदानों को उपयोग भी कर रहे. പാസ്റ്റർമാര് പാപം ചെയ്യുന്നു കൃപാവരം ഉപയോഗിക്കുന്നു. आज का कलीसिया कोरिन्थ कलीसिया जैसे है. ഇന്നത്തെ സഭ കൊരിന്ത്യ സഭ आत्मिक പോലെയാണ്. रूप में ആത്മീയമായിട്ട് काफी वरदानों काफी लोगों के पास है. അനേക കൃപാവരം पाप അവർക്കുണ്ടായിരിക്കും. में भी कमी नहीं है. എന്നാൽ പാപത്തിൽ അവർക്കൊരു കുറവുമില്ല. हालेलुया. हालेलुया. ഹല്ലേലൂയ. मैं एक बात आपको कहना चाहता ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. हूं, आपको आपका अंदर का इंसान को मजबूत बनाए. നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ നമ്മൾ ശക്തമാക്കണം. कोरिन्थ कलीसिया में ये वरदानों कहाँ ऑपरेट करो? കൊരിന്ത്യ സഭയിൽ എവിടെയാണ് ഈ കൃപാവരം ഓപ്പറേറ്റ് ആയത്? आउटर मैन में ऑपरेट हो. പുറമേയുള്ള മനുഷ്യരിലാണ്. इनर मैन बहुत कमजोर है. അകത്തെ മനുഷ്യൻ വളരെ पौलुस कोरिन्थ का ബലഹീനനാണ്. विश्वासियों को देखे क्या कहा मालूम है? പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസം നോക്കി मैं थोड़ा मांस പറയുന്നത് खिलाना चाहता हूँ. ഞാൻ നിങ്ങൾക്ക് മാംസം പൗലോസ് അവരെ നോക്കി आप പറയുകയാണ്. लोग अभी भी बच्चा है. നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്. समय देखेगा तो उपदेष्टा बनना चाहिए. നിങ്ങളുടെ വിശ്വാസി വന്ന സമയം നോക്കുക इतना വലിയ सालों के विश्वास ഉപദേശകന്മാരാകും. में अभी भी दूध पीने वाला बच्चा. ഇപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളാണ് നിങ്ങൾ. हेलो, दूध पीने वाला बच्चा പാല് കുടിക്കുന്ന കുട്ടി. ऐसा कैसे हो सकते हैं? ഇതെങ്ങനെ जो സംഭവിക്കും? अंदर जन्म हो गया ना, ഉള്ളി ജനിച്ച वो इनर मैन अभी भी छोटा बच्चा बन के बैठा. ആ ഇന്നർമാൻ ഇപ്പോഴും ചെറിയൊരു इनर ശിശുവായിട്ട് मैन को ഇരിക്കുന്നു. मजबूत किया नहीं. ഇന്നർമാൻ സ്ട്രോങ് ആയില്ല. ഇത് इनर मैन को जो चाहिए वो दिया नहीं. ഇന്നർമാന് വേണ്ട നമ്മൾ കൊടുത്തില്ല. सही वचन खाया नहीं. ശരിയായ വചനം കൊടുത്തില്ല. आत्मा का भरपूरी में चला नहीं. ആത്മാവിന്റെ നിറവിൽ നടന്നില്ല. पवित्रता में जिया नहीं. വിശുദ്ധി इनर ജീവിച്ചില്ല. मैन कमजोर है. അങ്ങനെ ഇന്നർമാൻ उपवास प्रार्थना ദുർബലനായി रख के अपने आप को तैयारी नहीं किया. इनर मैन कमजोर है. ഉപവാസ പ്രാർത്ഥന വെച്ച് തയ്യാറാക്കിയില്ല. ഇന്നർമാനെ आपका ശക്തമാക്കിയില്ല. इनर मैन कितना बड़ा है अभी? നമ്മുടെ ഇന്നർമാൻ എത്ര വലുതാണ് ഇപ്പോൾ? कोरिन्थ कलीसिया का लोगों का इनर मैन बहुत छोटा था. കൊരിന്ത്യ സഭയിൽ ഇന്നർമാൻ വളരെ ചെറുതായിരുന്നു. इसलिए पौलुस ने कहा അതുകൊണ്ട് പൗലോസ് പറയുന്നു तुम अभी भी कार्नल ना तो शारीरिक നിങ്ങൾ ഇപ്പോഴും ജഡീകരാണ്. जड़ में चलने वाला है. ജഡത്തിൽ अभी ജീവിക്കുന്നവരാണ്. भी आपका शरीर मजबूत है. इसका मतलब ഇതുവരെ നിങ്ങളുടെ अभी भी ജഡമാണ് आपका आदम मजबूत है. ഇതുവരെ നിങ്ങളുടെ आपका अंदर का इंसान कमजोर है. ഉള്ളിലെ മനുഷ്യൻ बच्चा है. ക്ഷീണിതനാണ്. बच्चा जैसे बर्ताव कर रहे. കുഞ്ഞാണ്. കുഞ്ഞിനെ പോലെയാണ് ഇടപെടുന്നത്. पौलुस ने कोरिन्थियों के पत्र में क्या कहा? പൗലോസ് കൊരിന്ത്യയിലെ എന്താണ് പറയുന്നത്? जो शारीरिक है ജഡീകമായത് मतलब आदम का शरीर में अभी भी चलते. ആടമിക് ശരീരത്തിൽ ഇപ്പോഴും आदमिक ജീവിക്കുന്നവർ. शरीर जिसका मजबूत है ആരുടെയാണോ ആടമിക് ശരീരം സ്ട്രോങ് ആയിട്ടുള്ളത് वो क्या क्या करेगा? അവരെന്തെല്ലാം ചെയ്യും? हालेलुया. पहले कोरिन्थियों 3 अध्याय 1 കൊരിന്ത്യർ 3 अध्याയം 1 से पढ़ लीजिए. जल्दी पढ़ लीजिए. बहुत बातों आज बोल रहे हैं. भाइयों मैं तुमसे इस रीति से बातें न कर सका जैसे आत्मिक लोगों से, परंतु जैसे शारीरिक लोगों से और उनसे जो मसीह में बालक है. मैंने तुम्हें दूध पिलाया, अन्न न खिलाया. अन्न ना खिलाया क्योंकि तुम उसको न खा सकते थे, क्योंकि तुम उसको ना खा सकते था. वरन अब तक भी नहीं खा सकते हो, ഇപ്പോഴും കഴിക്കാറായിട്ടില്ല. क्योंकि अब तक शारीरिक हो. तुम कौन है? शारीरिक हो मतलब तेरा आदम स्ट्रॉन्ग है अभी भी. നിങ്ങൾ ഇപ്പോഴും ജഡീകരാണ്. तेरा आदम अभी भी जीत के खड़ा है. നിങ്ങളുടെ ആദം ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നു. अपना भी प्रॉब्लम वही है मेरा. നമ്മുടെ പ്രോബ്ലം ഇതാണ് अभी പ്രിയമുള്ളവരെ. भी अपना आदम हमें कंट्रोल करता है. ഇപ്പോഴും നമ്മുടെ ആടമാണ് നമ്മളെ കൺട്രോൾ अंदर का ചെയ്യുന്നത്.
इंसान का आवाज बहुत धीमी है। ഉള്ളിലെ മനുഷ്യന്റെ ശബ്ദം വളരെ ചെറുതാണ്. मूसा का जन्म हो गया तभी का अवस्था है, अंदर का इंसान का अवस्था। मूसा का जन्म हो गया ना, മോശ ജനിച്ചപ്പോൾ तभी का अवस्था है। मूसा को रोने का हक नहीं था। മോശയ്ക്ക് കരയാൻ, मूसा रोएगा तो माँ मुंह बंद करके बोलेगा चुप हो जाओ। മോശ കരയുമ്പോൾ അമ്മ വാടിച്ചിട്ട് ऐसे भी हम क्या कर रहे हैं मालूम है, അതുപോലെ अपना अंदर का इंसान कभी कभी प्रोटेस्ट करेगा, तुम जो कर रहे गलत है। നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ പറയും നീ ചെയ്യുന്നത് തെറ്റാണ്. बाहर का इंसान आदम मुंह बंद करके चुपचाप उधर बैठो। പുറമേയുള്ള മനുഷ്യൻ ആടം പറയും നീ वो മിണ്ടല്ല, छोटा അകത്തെ बच्चा മനുഷ്യനോട് है പറയും. इसलिए वो चुप बैठा है। ചെറിയ थोड़ा മനുഷ്യനായതുകൊണ്ട് मुंह बंद करके है ना, अभी वो रोना भी बंद किया। ഉള്ളിലെ മനുഷ്യനെ അങ്ങനെ തടഞ്ഞ് ഇപ്പൊ കരയുവാൻ. हेलो 30 साल हो गया, अभी बिल्कुल अंदर से कोई पश्चाताप होने वाला कोई भी एहसास नहीं हो रहे, 30 വർഷമായി ഉള്ളിലെ മനുഷ്യനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. क्योंकि your inner man is so weak and like a child. Hallelujah. കുഞ്ഞിനെ പോലെ നമ്മുടെ ഇന്നർ മാൻ ബലഹീനമാണ്. पौलुस ने क्या कहा? പൗലോസ് എന്താണ് പറയുന്നത്? इसलिए कि जब तुम में डाह और झगड़ा है तो क्या तुम शारीरिक नहीं? देखो, आप अगर डाह रखने वाला व्यक्ति है तो, നിങ്ങൾക്ക് ഈർഷ്യയും പിണക്കമുള്ള വ്യക്തിയാണ്, झगड़ा करने वाला व्यक्ति है तो, വഴക്കുണ്ടാക്കുന്ന, जलन करने वाला व्यक्ति है तो, അസൂയുള്ളവരാണ്, घमंड करने वाला व्यक्ति है तो, അഹങ്കാരമുള്ളവരാണെങ്കിൽ इसका मतलब അതിന്റെ അർത്ഥം आप अभी भी शारीरिक है। നിങ്ങൾ ഇപ്പോഴും ജഡികരാണ്, शारीरिक है। ജഡികന്മാരാണ്. आदम स्ट्रॉन्ग, ആഡം സ്ട്രോങ് ആണ്, बहुत वीक है। ഉള്ളിലെ മനുഷ്യൻ വളരെ വീക്കാണ്. हेलो, examine your life. നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുക. आपको उस लेवल में पहुंचना है। നമ്മൾ ഈ ലെവലിലേക്ക് എത്തണം. कोई आपको गाली दिया तो भी ആരെങ്കിലും നിങ്ങളെ വഴക്ക് आप ചീത്ത मुस्कुरा के വിളിച്ചാലും चला जाना। നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് പോകണം. Can you do that? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? हम सबके प्रॉब्लम हम जल्दी रेस्पॉन्ड करें। നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് हम ചെയ്യും. सबके प्रॉब्लम, क्योंकि अभी भी थोड़ा आदम जीत के खड़ा है। എല്ലാവരുടെയും പ്രോബ്ലമാണ്. अभी भी अपना सेल्फ कंट्रोल नहीं है, ഇപ്പോൾ നമുക്ക് സെൽഫ് കൺട്രോൾ क्योंकि ഇല്ല. आदम इज विक्टोरियस नाउ। ഇപ്പോഴും ആടം ജയിച്ചു. शारीरिक है। ഇപ്പോഴും शारीरिक ജഡികരാണ്. इंसान का प्रॉब्लम क्या है? ജഡിക മനുഷ്യന്റെ പ്രശ്നം എന്താണ്? वचन में लिखा है, വചനത്തിൽ the എഴുതിയിരിക്കുന്നു, carnal man, the शारीरिक इंसान ജഡിക മനുഷ്യൻ cannot hear the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ But if കഴിയില്ല. you become strong in your inner man, എന്നാൽ നമ്മുടെ ഇന്നർ മാൻ സ്ട്രോങ് ആണെങ്കിൽ क्या होने वाला है? എന്ത് സംഭവിക്കും? वैसे लोगों को बुलाया नाम है स्पिरिचुअल मैन। क्या बोला है? അങ്ങനെയുള്ള ഒരു ആത്മീയ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. हाँ, दुनिया में 3 तरह का लोग होते हैं। ലോകത്ത് 3 രീതിയിലുള്ളവരുണ്ട്. एक तो ഒന്ന് वन स्पिरिचुअल मैन, ആത്മീയ മനുഷ്യൻ, दूसरा രണ്ടാമത് हालेलुया शारीरिक ना तो कार्नल है ना, ജഡിക carnal man. മനുഷ്യൻ, तीसरा മൂന്നാമത് प्राकृत मनुष्य അല്ലെങ്കിൽ natural man। സാധാരണ മനുഷ്യൻ. हालेलुया 3 तरह का लोग होते हैं 3 തരത്തിലുള്ളവരുണ്ട്. इसमें। ഇതില് स्पिरिचुअल मैन ആത്മീയ മനുഷ്യൻ और जो शरीर में चलने वाला व्यक्ति जड़ीगन, ജഡിക മാൻ, ये दोनों उद्धार पाया वाले लोग हैं। ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണ്. तीसरा नेचुरल मैन, മൂന്നാമത്തെ നാച്ചുറൽ वो दुनिया का लोग സാധാരണ है, അവർ उसके ലോകത്തിലുള്ള अंदर पवित्र आत्मा का बिल्कुल काम नहीं है। അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഒട്ടും പ്രവർത്തിക്കുന്നില്ല. हेलो, समझ में आ रहे हैं ना आपको? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. वो परमेश्वर से कोई संबंध नहीं रखा है। ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. भले कुरिन्थियों दूसरा अध्याय का 10 से पढ़ लीजिए। 1 കൊരിന്ത്യർ 2:10 മുതൽ വായിക്കാം. परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया, क्योंकि आत्मा सब बातें वर परमेश्वर की गूढ़ बातें भी जानता है। पढ़ लीजिएगा। मनुष्यों में से कौन किसी मनुष्य की बातें जानता है? केवल मनुष्य की आत्मा जो उसमें है। वैसे ही परमेश्वर की बातें भी कोई नहीं जानता, केवल परमेश्वर का आत्मा। परंतु हमने संसार की आत्मा नहीं, परंतु वह आत्मा पाया है जो परमेश्वर की ओर से है, कि हम उन बातों को जाने जो परमेश्वर ने हमें दी है, जिनको हम मनुष्यों के ज्ञान की सिखाई हुई बातों में नहीं, परंतु आत्मा की सिखाई हुई बातों में आत्मिक बातों से मिला कर सुनाते हैं। परंतु शारीरिक मनुष्य परमेश्वर के आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें हैं और न वो उन्हें जान सकता है। देखो, इधर शारीरिक बताया ना, वो ट्रांसलेशन थोड़ा गलत है, उसको कहना है नेचुरल मैन, ना तो क्या बोलते हैं हालेलुया प्राकृतिक मनुष्य। ഇവിടെ ശാരീരികമാൻ എന്ന് പറയുന്നത് नेचुरल मैन दुनिया का लोग है, നാച്ചുറൽ മാൻ, उसके लिए परमेश्वर का आत्मा का सब बातों बेवकूफी है। അവർക്ക് They will not receive that. ദൈവത്തിന്റെ दुनिया के लोग കാര്യങ്ങളൊക്കെ वचन മണ്ടത്തരം सुनेगा എന്ന് क्या? പറയും. नहीं, लेकिन जो आत्मिक व्यक्ति है, स्पिरिचुअल मैन, ആത്മീയ വ്യക്തി, जिसका इनर मैन स्ट्रांग है, ആരുടെയാണോ ഇന്നർ മാൻ वो സ്ട്രോങ് सब ആയിട്ടുള്ളത് कुछ परखने वाला ആ है। വ്യക്തി എല്ലാം He will വിവേചിക്കും, discern everything എല്ലാം and he വിവേചിക്കും, will accept only what is good.
എന്നിട്ട് നല്ലത് മാത്രം लेकिन जो സ്വീകരിക്കുകയും शारीरिक है, जड़ में चलने वाला, ജഡത്തിൽ ജീവിക്കുന്ന उसको വ്യക്തി पवित्र आत्मा बात करेगा। वो പരിശുദ്ധാത്മാവിനോട് पवित्र आत्मा को चुप करके പരിശുദ്ധാത്മാവിനെ सब നിശബ്ദമാക്കി कुछ उपयोग करेगा। എല്ലാ തെറ്റും इसलिए ചെയ്യും. क्या होता है मालूम है? അതുകൊണ്ട് എന്ത് പറ്റും? परमेश्वर का आत्मा जो बोल रहे बातों में सुनेगा नहीं। ദൈവത്തിന്റെ ആത്മാ പറയുന്ന കാര്യങ്ങളൊന്നും ആ വ്യക്തി मैं एक बहुत കേൾക്കുകയില്ല. बड़ा इंपॉर्टेंट बात बोलने के लिए जा रहा വലിയ ഇമ്പോർട്ടന്റ് हूं। If your കാര്യമാണ്. spiritual man, your inner man is strong, നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ഉള്ളിലെ മനുഷ്യൻ സ്ട്രോങ് ആണെങ്കിൽ अंदर आप में कौन-कौन है? शरीर आत्मा प्राण है ना? ശരീരാത്മാ പ്രാണനുണ്ട് शरीर നമ്മുടെ आत्मा ജീവിതത്തില്. प्राण। हालेलुया। अगर आपका इनर मैन आत्मिक मनुष्य स्ट्रांग है तो നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ സ്ട്രോങ് there ആണെങ്കിൽ is a fourth factor in your life, നമ്മുടെ ജീവിതത്തിൽ ഒരു ഫോർത്ത് ഫാക്ടർ that ഉണ്ട്. is Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. है क्या? ആമേൻ. Holy Spirit है? नहीं പരിശുദ്ധാത്മ है? आपके जीवन में होली स्पिरिट नहीं है? आप मुझे ऐसे घूर के देख रहे पास्टर जी, आप क्या बोला? There is a fourth person inside you. ഒരു നാലാമത്തെ വ്യക്തിയുടെ ഉള്ളിൽ My God. പരിശുദ്ധാത്മാവ്. Hallelujah. Hallelujah. चौदापन आपके अंदर है. നാലാമതൊരാളുണ്ട് നമ്മുടെ वो ഉള്ളിൽ. पवित्रात्मा അത് है। പരിശുദ്ധാത്മാവാണ്. पवित्रात्मा क्या कर रहे हैं? പരിശുദ്ധാത്മാവ് Holy Spirit is പരിശുദ്ധാത്മാവ് communicating with your spirit. Hallelujah. നമ്മുടെ ആത്മാവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Hello. Holy Spirit is പരിശുദ്ധാത്മാവ് communicating with your inner man, നമ്മുടെ ഉള്ളിലെ മനുഷ്യനുമായിട്ട് your കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. spiritual man. നമ്മുടെ ആത്മീയ Revelation उधर होते हैं. അവിടെയാണ് വെളിപ്പാട് നടക്കുന്നത്. Revelation उधर होते हैं. അവിടെയാണ് വെളിപ്പാട് നടക്കുന്നത്. कुरिन्थियों में, पहले कुरिन्थियों दूसरे अध्याय में पौलुस कहा, 1:2 പൗലോസ് പറയുന്നു, हालेलुया, जो आत्मिक मनुष्य होते हैं ना, ആത്മീയ മനുഷ്യൻ ऊपर का आयतों में लिखा, कोई भी नहीं देखा सुना वो बातों को वो आत्मा में देखेगा। ആരും പറയാത്ത കേൾക്കാത്തതെല്ലാം അവൻ ആത്മാവിൽ കാണും. लिखा है क्या? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആമേൻ. क्या लिखा है उधर? അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? किसी आंखों से देखा नहीं, किसी कानों से सुना नहीं, लेकिन उसका आगे क्या लिखा है? परमेश्वर ने उन बातों को अपने आत्मा में प्रकट करके दिया है। കണ്ണുവെച്ച് കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളെല്ലാം ആത്മീയ മനുഷ്യന് ദൈവം പ്രകടമാക്കി കൊടുക്കും. पवित्र आत्मा का आवाज सुन सकते उसको। പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ദൈവം ഇതെല്ലാം So വെളിപ്പെടുത്തി if you are കൊടുക്കും. a spiritual man, നിങ്ങൾ ഒരു ആത്മീയ if your മനുഷ്യനാണെങ്കിൽ, inner man is strong, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ the സ്ട്രോങ് inner ആണെങ്കിൽ man can communicate with the Holy Spirit and have revelations. നിങ്ങളുടെ അകത്തെ മനുഷ്യന് പരിശുദ്ധാത്മാവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പാട് കിട്ടുവാൻ ഇടയാകും. आत्मा का भाषा कौन सा होगा? ആത്മാവിന്റെ ഭാഷ ഏതാണ്? हेवनली लैंग्वेज है। സ്വർഗീയ ഭാഷയാണ്. मैं शाइन ब्रदर बोले उसको थोड़ा एक्सटेंड करना चाहता ഷൈൻ ബ്രദർ പറഞ്ഞതിനെ അല്പം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. हूं। जिसका इनर मैन स्ट्रांग है ना, ആരുടെയാണ് ഇന്നർ മാൻ സ്ട്രോങ്? वो पवित्र आत्मा के साथ में പരിശുദ്ധാത്മാവിനോട് उसी लैंग्वेज उपयोग करेगा। അതേ ലാംഗ്വേജ് उस ഉപയോഗിക്കും. कम्युनिकेशन लैंग्वेज कुछ ആ अलग है। കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് आत्मा का लैंग्वेज है, അത് ആത്മാവിന്റെ उसमें ലാംഗ്വേജ് ആണ്. रेवलेशंस मिलने वाला അതിൽ है। കൂടി റെവലേഷൻസ് ലഭിക്കാൻ ഇടയാകും. ഹല്ലേലൂയ. ऐसे व्यक्ति അങ്ങനെയുള്ള ഒരു जो വ്യക്തി, अंदर रेवलेशन पाया व्यक्ति, ഉള്ളിൽ വെളിപ്പാട് കൊണ്ട് നിറഞ്ഞൊരു वो വ്യക്തി, शारीरिक नहीं है, ആ വ്യക്തി ശാരീരിക बॉडी में മനുഷ്യനല്ല, चलने वाला नहीं है। ജഡിക पौलुस മനുഷ്യനല്ല. के जैसे शरीर को मार के पीट के वशा में लाया व्यक्ति है, പൗലോസിനെ പോലെ തന്നെ ശരീരത്തെ വശത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. उसका इनर मैन स्ट्रांग है। അവരുടെ ഇന്നർ മാൻ സ്ട്രോങ് ആണ്. हालेलुया। हालेलुया। उसका इनर मैन मसीह यीशु का सिर तक बड़ा हो गया है। അവരുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുയേശുവിന്റെ തലയോളം വളർന്നതാണ്. सुना ना आपने? ഹല്ലേലൂയ. मसीह यीशु का सिर तक बड़ा है इनर मैन। ക്രിസ്തുയേശുവിന്റെ തലയോളം വളർന്നതാണ് उस व्यक्ति ആ വ്യക്തി आउटर मैन को कंट्रोल करेगा। പുറമേയുള്ള മനുഷ്യനെ കൺട്രോൾ और ചെയ്യും. आउटर मैन का द्वारा ആ പുറമേയുള്ള മനുഷ്യൻ മൂലം परमेश्वर का ग्लोरी मैनिफेस्ट होने वाला അങ്ങനെ है। ദൈവത്തിന്റെ മഹത്വം So വെളിപ്പെടുവാനിടയാണ്. anointing should not on your top, but it should be inside you like a pillar which strengthen your life. അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഒരു പില്ലർ പോലെ സ്ട്രോങ് ആയിരിക്കണം. इनर मैन को स्ट्रांग करो, ഇന്നർ മാനെ സ്ട്രോങ് ആക്കുക. आउटर मैन दिन प्रतिदिन कमजोर होने दीजिए। ഔട്ടർ മാൻ ഓരോ ദിവസവും അത് इनर मैन को स्ट्रांग करो। കുറഞ്ഞു വരട്ടെ. हेलो, ഇന്നർ മാനെ സ്ട്രോങ് ആക്കുക. इनर मैन है क्या? ഇന്നർ മാൻ ഉണ്ടോ? है क्या? Is there is an inner man? അകത്തെ ഒരു മനുഷ്യനുണ്ടോ? हालेलुया। पहले कुरिन्थियों अध्याय 4 में पौलुस ने क्या कहा? 1:4 എന്താണ് എഴുതിയിരിക്കുന്നത്? मेरा इनर मैन दिन प्रतिदिन मजबूत हो रही। എന്റെ അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും ശക്തനാവുന്നു. सेकंड कोरिन्थियंस है ना, अभी जो आयत हम पढ़ा सेकंड कोरिन्थियंस चैप्टर 4। हालेलुया। सेकंड कोरिन्थियंस चैप्टर 4 16 से हम पढ़ा। इसलिए हम यह नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नाश भी होता जाता है, तो भी हमारा भीतरी मनुष्यत्व दिन प्रतिदिन नया होता जाता है। हाँ, अभी बहुत इंपॉर्टेंट है, और मैं बता के दे देगा। हमारा भीतरी मनुष्य क्या हो रहे? നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ എന്ത് പറ്റുന്നു? बहुत मजबूत हो रहे।
भीतरी मनुष्य, अंदर का इंसान। അകത്തെ മനുഷ്യൻ ശക്തരാകും. न्यू टेस्टमेंट का काम പുതിയ നിയമത്തിന്റെ പ്രവൃത്തി बाहरी मनुष्य में नहीं है, പുറമേയുള്ള മനുഷ്യനിലല്ല, भीतरी मनुष्य में। അകത്തെ മനുഷ്യനിലാണ്. हेलो, ഹല്ലേലൂയ. चुना नियम का काम कैसा था मालूम? പഴയ നിയമത്തിന്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? आउटर कोर्टयार्ड, പുറമേ ആയിരുന്നു. हेलो, the tabernacle it was having three different places like സമാഗമന കൂടാരത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. मेल मिलाप वाला तंबू में 3 जगह था। സമാഗമന കൂടാരത്തിൽ 3 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. सब यहूदियों कहां तक पहुंच सकते हैं? എല്ലാ യഹൂദന്മാർക്ക് എവിടെ വരെ എത്താൻ മതി? आउटर कोर्टयार्ड, പ്രാകാരം വരെ. सही है ना? अपना शरीर है वो आउटर कोर्टयार्ड, നമ്മുടെ ശരീരമാണ് ആ പ്രാകാരം. अंदर होली ऑफ द होलीएस्ट है, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ वो സ്ഥലമുണ്ട്. आपका आत्मा है। അത് നമ്മുടെ ആത്മാവാണ്. हेलो, ഹല്ലേലൂയ. ओल्ड टेस्टमेंट में പഴയ നിയമത്തിൽ पूरा काम आउटर कोर्टयार्ड में होता था। എല്ലാ കാര്യങ്ങളും The law പ്രാകാരങ്ങളിലാണ് was നടക്കുന്നത്. शारीरिक, the law was शारीरिक. ആ നിയമം വചനം ശാരീരികമായിരുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? അത് ശാരീരിക നിയമമായിരുന്നു. ചക്നാനയെ ചൂനാനയെ सब कुछ शारीरिक है ना? തുടരുത്, രുചിക്കരുത്, അതല്ല ശാരീരികമായ ജഡികമായ पौलुस कह നിയമങ്ങളായിരുന്നു. रहे, പൗലോസ് इसलिए പറയുകയാണ്, वो लॉ मुझे शरीर में हमेशा हराते। അതുകൊണ്ട് ആ ലോ എന്നെ എന്റെ ശരീരത്തിൽ എപ്പോഴും. लेकिन न्यू टेस्टमेंट എന്നാ പുതിയ നിയമം शारीरिक चेंज नहीं है, ശാരീരികമായ न्यू മാറ്റമല്ല, टेस्टमेंट इनर मैन में काम किया है। അകത്തെ മനുഷ്യന് പ്രവർത്തിക്കുന്നതാണ് പുതിയ ഹലോ. നിയമം. ഹല്ലേലൂയ. फर्क क्या है मालूम? വ്യത്യാസം എന്താണ്? इनर मैन में जब काम होगा ना, ഇന്നർമാനിലുള്ള കാര്യങ്ങള് it is treating the lust, the अभिलाषा, जो आशा, जो मोह, उसको ट्रीट कर रहे हैं। ആശയ അഭിലാഷത്തെ മോഹത്തെയൊക്കെ ട്രീറ്റ് ये ചെയ്യുന്നു. थोड़ा डिफिकल्ट सब्जेक्ट है। അല്പം समझ में आ रहा है ഡിഫിക്കൽട്ട് ना? ആയിട്ട് സബ്ജക്റ്റ് ആണ്. देखो, मैं उदाहरण बोलेगा तो ഉദാഹരണം പറഞ്ഞാൽ अपने बीच में बहुत गहना पहना नहीं। നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് സ്വർണ്ണം ഉപയോഗിക്കാത്ത സഹോദരിമാരുണ്ട്, ആഭരണങ്ങൾ ഉപയോഗിക്കാത്ത. अगर कलीसिया ने कानून रखा, हार्वेस्ट मिशन कलीसिया में आने वाला कोई भी गहना पहना नहीं है, നമ്മൾ അങ്ങനെ ഒരു നിയമം വെക്കുവാന്ന് ഓർക്കുക. ആര് ऐसे नियम है इसलिए आप गहना पहनेगा नहीं। അന്നേരം നമ്മൾ ഓർക്കും നിയമം ഉള്ളതുകൊണ്ട് നമ്മൾ लेकिन पहनने ധരിക്കുന്നില്ല. का आशा आपका दिल के अंदर है। എന്നാൽ അതിനോടുള്ള ആഗ്രഹം നിങ്ങളുടെ आप ഹൃദയത്തിൽ. घर पे जाके अकेला बैठेगा, നിങ്ങൾ വീട്ടിൽ പോയി തനിയെ वो थोड़ा ഇരിക്കുമ്പോൾ पहन के एक सेल्फी ले लेगा। അല്പം ആഭരണമൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് നോക്കും. आशा के ऊपर कोई छुटकारा मिला क्या? നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹത്തിൽ ഒരു വിടുതൽ ओल्ड നടന്നിട്ടുണ്ട്. टेस्टमेंट ऐसे था, പഴയ നിയമം അങ്ങനെയായിരുന്നു. चखना नहीं है, छूना नहीं। തുടരുത്, രുചിക്കരുത്, അങ്ങനെ നിയമങ്ങൾ. क्या बोल रहे पास्टर जी? आप क्या सिखा रहे? सही सिखा रहे, परमेश्वर का वचन से सिखा रहे। ദൈവത്തിന്റെ വചനത്താണ് പഠിപ്പിക്കുന്നത്. कहाँ लिखा है? जरा देख लीजिए। हालेलुया। कुलुस्सियों दूसरा अध्याय, കൊലോസ്യർ 2-ാം അധ്യായം. कुलुस्सियों दूसरे अध्याय का 20वां आयत से, कुलुस्सियों दूसरा अध्याय का जबकि 20 ध्यान से। हाँ, जबकि तुम मसीह के साथ संसार की आदि शिक्षा की ओर से संसार मर के गए हो, आदि शिक्षा के लिए तुम मर चुके हो, മർ ചുക്കെ നിങ്ങൾ. ഹല്ലേലൂയ. ലോകത്തിന്റെ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. മരിച്ചു. ABCD जो जुना नियम सिखा है ना, you are dead for that Old Testament law. How many of you know that? നമ്മൾ ആ പഴയ നിയമത്തിന്റെ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ മരിച്ചവരാണ്. ये हमें हजम नहीं कर ये हमें हजम नहीं कर पाएगा. We are dead to the Old Testament law. ആദ്യ പാഠമായിരുന്നത് पौलुस रोमर 7 പറഞ്ഞു. रोमियो 7 में पौलुस क्या कहा? हमारे റോമർ 7 जुना नियम का लॉ, പഴയ നിയമത്തിന്റെ നിയമം शिशुपालक. हालेलुया. हिंदी में क्या कहते हैं? शिशुपालक. शिशुपालक दा मतलब बेबी सिटिंग चलाने वाला था जुना नियम का लोग, जुना नियम का व्यवस्था. हमें उससे ऊंचा एक व्यवस्था मिला है. നമുക്ക് അതിൽ ഉയർന്നൊരു ന്യായപ്രമാണമാണ് वो नर्सरी ലഭിച്ചിരിക്കുന്നത്. स्कूल था, ABCD सिखाता था. പഴയ നിയമ നഴ്സറി हम സ്കൂളാണ് उस ABCD व्यवस्था के പഠിപ്പിക്കുന്നത്. लिए मरे हुए लोग हैं. നമ്മൾ ആ വ്യവസ്ഥയ്ക്ക് മരിച്ചവരാണ്. आगे पढ़ लीजिए. और मर गए हो तो फिर उनके समान जो संसार में जीवन बिताते हैं मनुष्यों की आज्ञाओं और शिक्षा अनुसार और ऐसी विधियों के वश में क्यों रहते हो? देखो, നിങ്ങൾ ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് മരിച്ചവർ. ഹല്ലേലൂയ. എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? പഠ് लीजिए आगे. और ऐसी विधियों के वश में क्यों रहते हो कि यह न छूना, उसे न चखना, ओ छूना नहीं, चखना नहीं, और उसे हाथ न लगाना, क्योंकि ये सब वस्तु काम में लाते लाते नाश हो जाएगी. इन विधियों में अपनी इच्छा
अपनी इच्छा के अनुसार गढ़ी हुई भक्ति की रीति देखो। और दीनता हाँ और शारीरिक योग्याभास के भाव से ज्ञान का नाम तो है, परंतु शारीरिक लालसाओं को देखो रोकने देखो, में ये जो कानून है ना, ഈ നിയമങ്ങള് आपका शारीरिक लालसा के ऊपर ट्रीटमेंट नहीं कर रहे. ശ- ജഡാഭിലാഷം അടക്കുവാൻ തൊക്കോണം ഈ നിയമങ്ങൾക്ക് ശക്തിയില്ല. ജഡാഭിലാഷം അടക്കം പ്രയോജനമുള്ളതല്ല. ഹലോ, ജഡാഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിന്റെ അഭിലാഷം എന്താണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞു സിനിമ കാണരുത്, സിനിമ കാണരുത്. If example, I am giving you one example. मैं आपको कह रहा सिनेमा देखना नहीं है, ഞാൻ നിങ്ങളോട് പറയാണ് गहना സിനിമ पहनना കാണാൻ नहीं है, ആ പറഞ്ഞു വിടരുത്. ये करना नहीं, वो करना नहीं, चखना नहीं, ചെയ്യില്ല, അത് छूना ചെയ്യില്ല, नहीं. തുടരുത്. सही है ना? इसका मतलब क्या है? आप कानून है इसलिए नहीं करेगा, അത് നിയമമായോണ്ട് നിങ്ങൾ लेकिन आप ചെയ്യില്ല. बहुत स्ट्रगल करेगा. പക്ഷെ നിങ്ങൾ मुझे സ്ട്രഗിൾ नहीं ചെയ്യും. कर पा रहे, मुझे नहीं कर पा रहे, എനിക്ക് ചെയ്യാൻ क्योंकि കഴിയില്ല. अंदर शरीर की लालसा के ऊपर जीत नहीं है. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ജഡാഭിലാഷം നിങ്ങൾ लेकिन न्यू ജയിച്ചിട്ടില്ല. टेस्टमेंट क्या करते हैं मालूम? എന്നാ പുതിയ നിയമം എന്താണ് ചെയ്യുന്നത്? कानून से नहीं रोकते. നിയമത്തെ അല്ല, न्यू टेस्टमेंट अंदर का इंसान को मजबूत करके उस अभिलाषा को बाहर निकालते हैं. ഉള്ളിലെ മനുഷ്യനെ സ്ട്രോങ് ആക്കിയിട്ട് ആ നമ്മുടെ അഭിലാഷത്തെ തന്നെ എടുത്ത് കളയുന്നതാണ് Why പുതിയ we നിയമം. are not struggling in our Christian life? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ क्योंकि സ്ട്രഗിൾ ചെയ്യുന്നത്? अंदर का इंसान स्ट्रांग हो गया, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ अभी സ്ട്രോങ് उसको ആയതുകൊണ്ട് शरीर का लालसा अंदर नहीं है. അതുകൊണ്ട് ശരീരത്തിലെ അഭിലാഷം ഉള്ളിലേക്കില്ല. आप स्पिरिचुअली ग्रो हो जाएगा ना. സ്പിരിച്വലി നമ്മൾ വളരുമ്പോൾ When you become strong in your inner man, നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയി आपको കഴിഞ്ഞാൽ ये आशा आएगा, നമുക്ക് ഈ ആഗ്രഹങ്ങളൊന്നും വരികയില്ല. सच में वो बोल रहा हूँ. യഥാർത്ഥമാണ് പറയുന്നത്, സത്യം. हालेलुया. वो एक स्पिरिचुअल ग्रोथ का लेवल है. അതൊരു സ്പിരിച്വൽ ഗ്രോത്തിന്റെ ലെവലാണ്. पहले पहले बहुत सिनेमा देखने का क्या बोलते हैं, शौक रहता है. പണ്ട് ऐसे बोलते हैं ना, पास्टर जी मुझे सिनेमा देखने का बहुत शौक है. ചിലർ പറയും പാസ്റ്റർ എനിക്ക് സിനിമ കാണാൻ ഒത്തിരി ഷോക്കാണ്. बॉम्बे लैंग्वेज में मुझे सिनेमा देखने का बहुत, अभी तो बिल्कुल देखने का मन भी नहीं लगता. എന്നാൽ क्यों? കാണുവാനുള്ള क्योंकि മനസ്സ് പോലും ഇപ്പൊ अंदर ഇല്ല. का इंसान मजबूत കാരണം हो അകത്തെ മനുഷ്യൻ गया. സ്ട്രോങ് ആയി മാറി. You become strong in your inner man. നിങ്ങളുടെ അകത്തെ So മനസ്സ് you are സ്ട്രോങ് ആയി not മാറി. overcoming sin. आप ऐसे पाप को ओवरकम नहीं कर रहे. നിങ്ങൾ പാപത്തെ ഇങ്ങനെ कोई ഓർക്കം ചെയ്യുന്നതല്ല. कानून बनाकर रोके. നിയമം ഉള്ളതുകൊണ്ട് न्यू നിങ്ങൾ टेस्टमेंट ജയിച്ചതല്ല. में ट्रीटमेंट बाहर का इंसान में नहीं है, शारीरिक नहीं है, अंदर का इंसान. പുതിയ നിയമത്തിലെ ചികിത്സ പുറമേയുള്ള മനുഷ്യനല്ല, ഉള്ളിലെ മനുഷ്യനിലാണ്. ये कहाँ का? ഇത് എവിടെയാണ്? पहले कोरिन्थियों अध्याय, ओह 1 सेकंड, सेकंड कोरिन्थियों अध्याय 4 में, अध्याय 3 में कहा. 2 കൊരിന്ത്യർ അധ്യായം 3 1 सेकंड, लेट मी गेट इट. हालेलुया. अध्याय 4 में कहा. दूसरा कोरिन्थियों अध्याय 4 में 6वां आयत में कहा, इसलिए कि परमेश्वर ही है जिसने कहा कि अंधकार में से ज्योति चमके, और वही हमारे हृदयों में चमका. कहाँ चमका? हृदयों में. कहाँ चमका? हृदयों में. हृदय में, अंदर, भीतर, बाहर नहीं. हेलो, सुन रहे हैं ना आपने? आमीन. उसका पहले का अध्याय में, तीसरे अध्याय में क्या लिखा है उधर मालूम है? हालेलुया. मूसा प्रभु को उपस्थिति में बैठा, उसका चमड़ा चमका. മോശ ദിവസം തിരിഞ്ഞപ്പോൾ മോശയുടെ സ്കിന്ന് തിളങ്ങി. ओल्ड टेस्टमेंट പഴയ നിയമം चमड़ा चमकने वाला, പുറമേയുള്ള സ്കിന്ന് बाहर से പുറമേ शरीर में चमका. ശരീരത്തിൽ. न्यू टेस्टमेंट പുതിയ നിയമം हृदय में चमकने वाला. ഹൃദയം തിളങ്ങുന്നതാണ്. ओल्ड टेस्टमेंट शारीरिक बहुत चमक है, अंदर कुछ नहीं है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ओल्ड टेस्टमेंट शारीरिक चमक है, बाहर से, अंदर कुछ नहीं है. പഴയ നിയമം പുറമേ ഉള്ളതാണ്, അകത്തൊന്നുമില്ല. न्यू टेस्टमेंट, പുതിയ നിയമം हालेलुया, कहाँ चमकते हैं? എവിടെയാണ് തിളങ്ങുന്നത്? अंदर का इंसान चमक. ഉള്ളിലെ മനുഷ്യനാണ്, അകത്തെ മനുഷ്യൻ. ट्रीटमेंट कहाँ हो रहे? ട്രീറ്റ്മെന്റ് എവിടെയാണ് अंदर हो നടക്കുന്നത്? रहे. इसीलिए पौलुस उस कोरिन्थियों का अध्याय 4 में कहा, मेरा बाहर का इंसान दिन प्रतिदिन घटते रहते हैं, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ പുറമേയുള്ള മനുഷ്യൻ ഓരോ ദിവസവും ക്ഷയിച്ചു लेकिन പോകുന്നു. मेरा अंदर का इंसान, എന്നാൽ എന്റെ ഉള്ളിലെ मेरा മനുഷ്യൻ, अंदर जो यीशु मसीह का എന്റെ ഉള്ളിലുള്ള जो യേശു, जन्म हो गया, उस व्यक्तित्व, എന്റെ ഉള്ളിൽ ജനിച്ച യേശു കർത്താവ് हालेलुया, दिन प्रतिदिन बढ़ते रहते, നാൾക്ക് നാൾ പുതുക്കം स्ट्रांग होते പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. रहते, സ്ട്രോങ് മാനായി स्ट्रांग होते വന്നുകൊണ്ടിരിക്കുന്നു. रहते. പുതുക്കം उस വന്നുകൊണ്ടേയിരിക്കുന്നു. भाग में मैं वापस लौट आएगा, അതിലേക്ക് പിന്നെ लेकिन उससे पहले അതിനു മുൻപ് 2-3 आयत तो बोलना चाहिए. मुझे जानते समय आगे जा रहे हैं, लेकिन सेकंड लास्ट डे है ना. हेलो, लग गया? मेरे साथ में ट्रांसलेट करना बहुत मुश्किल है. हालेलुया. तक गया तो हम दूसरे किसी को बुलाएगा ट्रांसलेशन के लिए. धन्यवाद यीशु. डोंट कम.
प्रभु को धन्यवाद दीजिए। हालेलुया। प्रभु का दासी को प्रभु मजबूत करेगा। धन्यवाद यीशु। हालेलुया। मुझे ना उपवास में बहुत सामर्थ्य है। എനിക്ക് ഉപവാസത്തിൽ എനിക്ക് ഒത്തിരി ശക്തിയാണ്. जब मंच में आने तक मैं बहुत थके हुए अवस्था में उधर बैठेगा, വളരെ लेकिन मंच में आने के बाद में मैं सब कुछ भूल जाएगा। സ്റ്റേജ് വന്നു കഴിയുമ്പോൾ അതെല്ലാം मुझे जानता नहीं है ये एनर्जी कहाँ से है। എനിക്കറിയില്ല എനർജി എവിടെ നിന്നാണ് വരുന്നത്. हालेलुया। क्या इनर मैन और आउटर मैन वकील में है क्या इसे? ഇന്നർ മാനും ഔട്ടർ മാനും ഉണ്ടോ യഥാർത്ഥത്തിൽ? है ना? पहले कोरिन्थियों 1 കൊരിന്ത്യർ 15 अध्याय। 15 അധ്യായം. हालेलुया। 1 Corinthians chapter 15 44 15:44. पहले कोरिन्थियों 15 का 44 ध्यान से पढ़ स्वाभाविक लीजिए। देह बोई जाती है हाँ। और आत्मिक देह जी उठती है। हाँ। जबकि स्वाभाविक देह है तो आत्मिक देह भी है। देखो somebody read it in English. Next line. Just as if there is a earthly body, ആമേൻ. there is also a spiritual body. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം Are you ഉയർത്തുന്നു. sure that you have a earthly body? പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും That is, ഉണ്ട്. this is tangible. നമുക്ക് പുറമെയുള്ള ശരീരം ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുവോ? ये है करके किसी को संदेह नहीं है പുറമെ ना? നമുക്ക് ശരീരം ഉണ്ട്, നമ്മൾ You can touch your earthly body. നമുക്ക് ടച്ച് ചെയ്ത് Paul is നോക്കാം. making that logic and he is saying that Paulus if there is a earthly body and if you are sure about it, പുറമെ hallelujah. ഒരു ശരീരം ഉണ്ടെങ്കിൽ, अगर बाहर का एक इंसान है करके आपको पक्का है तो ഉറപ്പുണ്ടെങ്കിൽ उतना पक्का है अंदर का एक इंसान അത്ര ഉറപ്പാണ് നമുക്ക് ആത്മീയ ശരീരം ആത്മീയ മനുഷ്യനും ഉണ്ടെന്നുള്ളത്. There is a spiritual man inside. ആത്മീയ മനുഷ്യനുണ്ട് ഉള്ളില്. पौलुस क्या कहा मालूम है? पुनरुत्थान का बारे में कहा। പൗലോസ് പുനരുദ്ധാനത്തെ एक പറ്റിയാണ് सीड പറയുന്നത്. के अंदर, ഒരു വിത്തിന്റെ ഉള്ളില്, एक सीड के अंदर, ഒരു വിത്തിന്റെ ഉള്ളില്, हालेलुया, सीड शरीर है, ഒരു വിത്ത് ശരീരമാണ്. अंदर അതിന്റെ ഉള്ളില് एक इनर मैन है। ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. पुनरुत्थान में क्या होने वाला बोलवे? പുനരുദ്ധാനത്തിൽ എന്ത് वो സംഭവിക്കും? इनर वन ब्लॉसम होके ब्लूम होके बाहर आने वाला। ആ അകത്തെ മനുഷ്യനാണ് हाँ, पुरतु പുറത്തേക്ക് വരുന്നത്. पौलुस यही लॉजिक उपयोग कर रहा പൗലോസ് ഇതാണ് है। मैं ഉപയോഗിക്കുന്നത്. स्पिरिचुअली उस लॉजिक को उपयोग करना चाहता हूँ। സ്പിരിച്വലി ഞാൻ ആ ലോജിക്ക് ഉപയോഗിക്കുന്നത്. आपका शरीर पक्का है तो നമ്മുടെ ശരീരം പുറമെയുള്ള आपका इनर मैन भी 101% ഉറപ്പാണെങ്കിൽ एक रियल व्यक्ति है। നമ്മുടെ ഇന്നർ മാൻ റിയൽ ആയ ഒരു വ്യക്തിയാണ്. My God, ഹല്ലേലൂയ, hallelujah. ആമേൻ. अभी आप वापस आके एक आयत पढ़ना चाहिए। ഇനി നമുക്കൊരു വാക്യോടെ വായിക്കാം. दूसरे कोरिन्थियों 4 का अगले लाइन लास्ट वर्ड्स पढ़ लीजिए, उस अध्याय 4 का लास्ट 2 कोरिन्थियर 4 അവസാനത്തെ വാക്യം ഒന്ന് और വായിച്ചാൽ। हम तो देखी हुई वस्तुओं को नहीं हाँ। परंतु अनदेखी वस्तुओं को देखते रहते हैं। എന്തൊരു വചനമാണ്, हालेलुया। किस तरह का वचन है वो? ഹല്ലേലൂയ. पौलुस ने कहा पौलुस मेरा ने- देह घटते रहते लेकिन मेरा इनर मैन स्ट्रांग होते रहते। എന്റെ ഹല്ലേലൂയ. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു എങ്കിൽ അകത്തെ नेक्स्ट वर्ड മനുഷ്യൻ, में पौलुस क्या कहा? അടുത്ത വാക്കിൽ और പറയുകയാണ്, एक वर्ड पढ़ लीजिए। और हम तो देखी हुई वस्तुओं को नहीं देखी हुई वस्तुओं का नहीं, मतलब मेरा बाहर का ये जो बॉडी है ना, दिस इज रियल, आई कैन सी इट, आई कैन टच इट, उस वस्तु को नहीं, കാണുന്നതിനെ അല്ല, परंतु अनदेखी वस्तुओं को देखते अनदेखी एक रहते हैं। इनर मैन अंदर है। കാണാത്തതിനെ അത്ര और आगे? क्योंकि देखी നോക്കിക്കൊണ്ടിരിക്കുന്നത്. हुई वस्तुएं थोड़ी ही दिन की है ये देखी हुई वस्तु थोड़ी ही दिन के लिए, പുറമെയുള്ളത് അല്പകാലം മാത്രമേ ഉള്ളൂ. परंतु अनदेखी वस्तुएं हाँ, सदा बनी रहती है। हाँ। കാണാത്തതോ ഹല്ലേലൂയ. നിത്യം. ഹാലേലൂയ. മലയാളം में क्या लिखा है? മലയാളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യം. मैं ऐसे एक्सप्लेन करना चाहता हूं। I know there is another meaning for this scripture. इस वचन के लिए दूसरा मतलब है मुझे ഈ जानते हैं। വചനം മറ്റൊരു लेकिन അർത്ഥമുണ്ടെന്ന് इनर എനിക്കറിയാം. मैन आउटर मैन के साथ में इसको मैं तुलना करके कहना चाहता എന്നാ ഇന്നർ മാൻ ഔട്ടർ മാനുമായിട്ട് ഞാൻ ഇത് ബന്ധപ്പെടുത്തി हूं। आपका പറയുന്നു. आउटर मैन को आप देख सकते हैं, നമ്മുടെ ഔട്ടർ മാനെ നമുക്ക് കാണാൻ अगर കഴിയും. ये रियल है तो ഇത് റിയൽ ആണ്, उससे अधिक रियल है ഇതിൽ അധിക റിയൽ ആണ്. ना देखने वाला अंदर का നമുക്ക് मनुष्य। കാണാത്ത നമ്മുടെ അകമത്തെ മനുഷ്യൻ. ഹലോ. ഹല്ലേലൂയ. So believe me, അതിന് വിശ്വസിക്കുക. जो कहते हैं ना मैं कहते हैं ना, ഞാൻ എന്ന് वो ये പറയുന്നത് शरीर नहीं है, അത് ഈ ശരീരമല്ല, आपका अंदर का इंसान നമ്മുടെ का ഉള്ളിലെ बारे में कहते മനുഷ്യനെ हैं। പറ്റിയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് അത് പറയുന്നത് കേട്ടോ. ആരെ കുറിച്ച്? इनर मैने कुरिच അത് പറയുന്നത്. अंदर का इंसान का बारे में वो कह रहे। मैं एक उदाहरण बोलूं? ഞാൻ ഒരു ഉദാഹരണം പറയാം. बीए थॉमस सर का उदाहरण है।
Pastor V.A. Thomas. പാസ്റ്റർ വി എ തോമസ് സാറിന്റെ He was a legend of examples. എക്സാമ്പിളിന്റെ ഒരു ലെജൻഡ് ആയിരുന്നു. उदाहरण बोलने में ऐसे कोई परमेश्वर का दास केरला में नहीं था, बहुत लेजेंड था. उसका पुस्तक बनाया है. हालेलुया. V.A. Thomas सर बताया कहानियों, parables, उसका पुस्तक बन चुका അതിന്റെ है. ഒരു പുസ്തകം തന്നെ उतना लेजेंड था. അത്രയും उनका वचन मैं मेरा बचपन में सुना है, अभी भी मैं याद कर रहा हूँ उस वचन को. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, പണ്ട് കേട്ടതാണ്. हालेलुया. एक दिन उन्होंने कहा, ഒരു സദയം പറഞ്ഞു, अभी एक उसका ही नाम उन्होंने कहा, उसका ही खुद का नाम कहा, थॉमस. അദ്ദേഹം സ്വന്തം പേരാണ് പറഞ്ഞത്, केरला में തോമസ്. तोमाचन कहते, तोमाचन मर गया. തോമസ് മരിച്ചു. तोमाचन का लाश लाके रखा है. തോമസിന്റെ ആ ശവശരീരം ഇവിടെ ഇട്ടിരിക്കുന്നു. कोई किसी का डेड बॉडी घर में लेके आता है ना, ആരെങ്കിലും ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ तो कहेगा क्या तोमाचन को लेके आया. ആരെങ്കിലും പറയുമ്പോ പേരെടുത്ത് പറയുമ്പോ ആ വ്യക്തിയെ सांस കൊണ്ടുവന്നത്. शरीर से छूट गया फिर बॉडी बुलाएगा. ആ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ ശരീരത്തെ നമ്മൾ ബോഡി, किसी का फ्यूनरल के लिए हम जाएगा, हम पूछेगा बॉडी आया क्या. सही है നമ്മള് ना. ഫ്യൂണറിന് പോകുമ്പോ നമ്മൾ ചോദിക്കും ബോഡി पूछेगा വന്നോ, क्या तोमाचन आया क्या. തോമാച്ചൻ വന്നോന്ന് ചോദിക്കൂല. क्योंकि तोमाचन, हालेलुया, तोमाचन की पत्नी छाती पीट कर रो रहे, അദ്ദേഹത്തിന്റെ ഭാര്യ കരയുകയാണ്, मेरा तोमाचन गया बोल के. എന്റെ തോമാച്ചൻ പോയെന്ന് പറഞ്ഞു. तो पड़ोसी आके पूछे तुम क्या कह रहे. അടുത്ത ആള് വന്ന് ചോദിച്ചു, तोमाचन कहाँ गया. തോമസ് देखो ये तोमाचन पड़ा है. തോമസിൽ ഇവിടെ കിടക്കുന്നു. मानेगा क्या. നമ്മൾ ये तोमाचन नहीं है, तोमाचन का बॉडी है. നമ്മൾ പറയും ഇത് ബോഡിയാണ്. तोमाचन कहाँ में. तोमाचन शरीर छोड़ के गया. ശരീരം വിട്ട് കടന്നുപോയി. हेलो. सो आपका बॉडी इज रियल है, आपका इनर मैन. നമ്മുടെ ബോഡി റിയൽ, അതുപോലെയാണ് ഇന്നർ മാനം. जो आप बोल रहे हैं ना, നമ്മൾ പറയും when you say I, it's not your body, നമ്മുടെ you're body talking അല്ല. about your inner man. നമ്മുടെ ഇന്നർ മാനെയാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. वो इम्पोर्टेंट है, അത് ഇമ്പോർട്ടന്റ് ആണ്, वो मुख्य बात है. അതാണ് മുഖ്യമായ കാര്യം. शरीर के अभिलाषा को छोड़ो, आत्मा की अभिलाषा को पालना करके जीना शुरू करो. അതുകൊണ്ട് ശരീരത്തിന്റെ അഭിലാഷത്തെ വിട്ടിട്ട് ആത്മാവിന്റെ ആഗ്രഹങ്ങളെ അനുസരിച്ച് ജീവിക്കുക. हालेलुया. ഹല്ലേലൂയ. धन्यवाद यीशु. ഹല്ലേലൂയ. ये वचन सबको समझ में आ रहा है ना. വചനം എല്ലാവർക്കും 2-3 बार सुन लीजिए. ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുക. मुझको ये डिलीवरी करना मुश्किल है, उतना कठिन वचन है. എനിക്ക് തന്നെ അത് പറയാൻ ബുദ്ധിമുട്ടാണ്, അത്ര हालेलुया. उतना मतलब डेप्थ है इस वचन में. അത്ര ആഴമുള്ളതാണ്. अभी मैं और एक इम्पोर्टेंट आयत देना चाहता ഒരു കാര്യം ഇവിടെ പറയുന്നു. हूँ, वो बोल के मैं प्रार्थना करेगा. मैंने कहा आपका इनर मैन कौन है. ഞാൻ പറയുന്നത് ഇന്നർമാൻ मसीह ആരാണ്? यीशु आपके अंदर जन्म हो ക്രിസ്തു गया. യേശുവിന്റെ ഉള്ളിൽ थोड़ा ജനിച്ചിരിക്കുന്നു. हजम करना मुश्किल है. ये थोड़ा हजम करना मुश्किल है. ഇത് നമുക്ക് അല്പം एक ബുദ്ധിമുട്ടാണ് आयत കേൾക്കുമ്പോൾ. पढ़ लीजिए तभी आपको मालूम ഒരു पड़ेगा. വാക്യം വായിക്കും മനസ്സിലാവും. Bring your attention to Colossians chapter 3, കൊലോസ്യർ 3 10वां आयत. 10 വാക്യം. कोलोसियन 3 का 10 देखिए. और नए मनुष्यत्व को पहन लिया है, हाँ. जो अपने सृजनहार के स्वरूप के अनुसार हाँ. ज्ञान प्राप्त करने के लिए नया बनता जाता अभी है. अभी एक आयत ऊपर से पढ़ लीजिए, क्योंकि एक हिंदी में दूसरे थोड़ा से- ऊपर नीचे होगा. हाँ. एक दूसरे से झूठ मत बोलो, हाँ. क्योंकि तुमने पुराने मनुष्यत्व को पुरानी मनुष्यत्व को उसके कामों समेत उसके कामों समेत उतार डाला है. उतार डाला. चलिए सही है ना. പഴയ മനുഷ്യനെ देखो, हम एक नया അവന്റെ सृष्टि. കളഞ്ഞു. जब कहा ना नया सृष्टि, നമ്മൾ പറഞ്ഞില്ലേ പുതിയ സൃഷ്ടി. listen me, I said the terminology सृष्टि. ഞാൻ പറഞ്ഞ You are a new creation. നമ്മളെ പുതിയ ഒരു ക്രിയേഷൻ ആണ്, Something സൃഷ്ടിയാണ്. got created inside you, നമ്മുടെ ഉള്ളിൽ ചിലത് and there is a creator of that creation. ആ സൃഷ്ടാവുണ്ട്, സൃഷ്ടിച്ച ആ സൃഷ്ടാവ്. സൃഷ്ടിക്ക് ഒരു സൃഷ്ടാവുണ്ട്. ആമേൻ. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറിയപ്പോൾ, ഹല്ലേലൂയ. हेलो, कुछ भी बनाने के लिए एक सृष्टिकर्ता होना जरूरी है. എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന तो ഒരു വ്യക്തി आपके ഉണ്ടാകണം. अंदर एक नया मनुष्य को कौन बनाया. നമ്മുടെ ഉള്ളിൽ അകത്ത മനുഷ്യനെ ആരാണ് एक ഉണ്ടാക്കിയത്? सृष्टिकर्ता बनाया. ഒരു സൃഷ്ടികർത്താവാണ് ഉണ്ടാക്കിയത്. हेलो, हालेलुया. शरीर पुरुष का इच्छा से बन गया. പുരുഷന്റെ ഇഷ്ടത്താൽ ശരീരം ഉണ്ടായി. പുരുഷന്റെ ഇഷ്ടത്താൽ ശരീരം, आदम का इच्छा से एक कयीन. ആദമിന്റെ ഇഷ്ടത്താൽ കയീൻ सही വന്നു. है ना. तो मनुष्य से एक मनुष्य, മനുഷ്യനിൽ നിന്നൊരു മനുഷ്യൻ. लेकिन born again experience जब प्राप्त करेगा, എന്നാ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിയുമ്പോൾ जब नया सृष्टि अंदर बन जाएगा, പുതിയ സൃഷ്ടി वो ഉള്ളിൽ വരുമ്പോൾ आदम से नहीं, അത് ആദമിൽ वो നിന്നുള്ളതല്ല. अविनाशी बीज पिता से, परमेश्वर से एक बीज अंदर गिर के परमेश्वर का पुत्र का समान एक नया जन्म अंदर हो रहे. പിതാവിൽ നിന്ന് ഒരു നശിക്കാത്ത വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നിട്ടാണ് ആ പുതിയ ജന്മം That's നടന്നത്. why we are called as the santan of God, sons of God. അതുകൊണ്ടാണ് നമ്മൾ We ദൈവമക്കളെന്ന് are വിളിക്കപ്പെടുന്നത്. born out of God. നമ്മൾ ദൈവത്തിൽ നിന്ന് लिखा क्या वचन ജനിച്ചവരാണ്. में? We are born. आदमिक शरीर पापा से मिला,
लेकिन आत्मिक अंदर का इंसान अभी नया जन्म पाया है, वचन से, आत्मा से, पिता से, उस जो बीज से एक नया जन्म हम पाया है। इसलिए अपने बारे में वचन में काफी जगहों में लिखा है हम परमेश्वर से उत्पन्न हुआ है। നമ്മുടെ ആത്മിക ശരീരം പുറമേയുള്ള ശരീരം നമ്മുടെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ദൈവത്തിൽ अभी നിന്നുള്ളതാണ്. कोलोसियन 3 में पढ़ लीजिए उस आयतों को। एक दूसरे से झूठ मत बोलो, क्योंकि तुमने पुराने मनुष्यत्व को उसके कामों समेत उतार डाला और नए मनुष्यत्व पहन लिया है। इट्स अबाउट द इनर मैन। आमेन, हालेलुया। നിങ്ങൾ പുതിയ മനുഷ്യനെ अंदर एक नया ധരിച്ചിരിക്കുന്നുവല്ലോ. मनुष्यत्व, പുതിയ മനുഷ്യനുള്ളില് आपके सबके अंदर एक नया मनुष्यत्व നമ്മുടെ ഉള്ളിലാരും कभी ഒരു പുതിയ മനുഷ്യനെപ്പോൾ जब उद्धार पाया, നമ്മൾ उस രക്ഷിക്കപ്പെട്ടപ്പോൾ नया मनुष्यत्व को पहन लिया है। और आगे पहन लिया है जो अपने सृजनहार के स्वरूप के अनुसार ज्ञान प्राप्त करने के लिए नया बनता जाता है। देखो ये हिंदी में उतना क्लियर नहीं है, मैं अंग्रेजी में पढ़ेगा। Which is being renewed in the knowledge in the image of its creator. हेलो, is it amazing? जो अंदर जन्म हो गया बच्चा है ना, അകത്തുള്ള കുഞ്ഞ് दिन प्रतिदिन ഓരോ ദിവസവും उसको बनाया उसका क्रिएटर का इमेज में बदल डाल रहे। തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. like this, it may decay, but your inner man is getting into the image of Jesus Christ. എന്താ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ഓരോ ദിവസവും സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അകത്തെ മനുഷ്യൻ അതിന്റെ സൃഷ്ടിതാവിന്റെ സ്വരൂപത്തിലേക്ക് ദിവസം മാറിക്കൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. So I want to declare something. ചിലത് പറയുന്നു ഞാൻ അതുകൊണ്ട്. Jesus is growing inside you. നമ്മുടെ ഉള്ളിൽ യേശു വളർന്നുകൊണ്ടേയിരിക്കുന്നു. Can you believe that? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? Jesus is growing inside you. നമ്മുടെ ഉള്ളിൽ യേശു When വളരുന്നു. Jesus grow inside you, നമ്മുടെ ഉള്ളിൽ യേശു your വളരുമ്പോൾ inner man become more strong. നമ്മുടെ ഇന്നർ മാൻ ഒത്തിരി When you സ്ട്രോങ് ആയി turn മാറും. to the Christ likeness inside your inner man, നമ്മുടെ ഉള്ളിൽ ആ ക്രിസ്തുവിന്റെ സ്വഭാവം आपका വരുമ്പോൾ अंदर का भीतर का मनुष्य यीशु जैसे उस स्वरूप में बदलते रहेगा. യേശു ആ സ്വരൂപത്തിൽ Hallelujah. മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. 30-40 साल बाद में उस विश्वासी कितना स्ट्रांग होगा. 30-40 വർഷം ആ വിശ്വാസം എത്ര സ്ട്രോങ് ആയിരിക്കും. कौन है अंदर? ആരാണ് ഉള്ളില്? कौन है अंदर? अभिषेक बाहर नहीं है, इनर मैन स्ट्रांग है. അഭിഷേകം പുറമേ അല്ല, ഇന്നർ മാൻ സ്ട്രോങ് This ആയിരിക്കണം. is the expectation of heaven about every believer. എല്ലാ വിശ്വാസികളെ പറ്റി സ്വർഗ്ഗത്തിന്റെ പ്രതീക്ഷ ഇതാണ്. स्वर्ग क्या आशा रखा? സ്വർഗ്ഗം എന്താണ് ആഗ്രഹിക്കുന്നത്? मेरा हर बच्चा എന്റെ എല്ലാ दिन മക്കളും प्रतिदिन ഓരോ ദിവസവും डे बाय डे ഓരോ ദിവസവും बदलते रहना है അവർ और മാറിക്കൊണ്ടിരിക്കണം. उसी स्वरूप में बदलना है. ഇതേ പ്രതിമ പ്രകാരം पिता മാറണം. का आशा, സൃഷ്ടിച്ചവന്റെ പോലെ हाँ मेरा बेटा कैसे वैसे हर विश्वासी बनना है. എന്റെ മകൻ യേശു കർത്താവ് എങ്ങനെയാണ് അതുപോലെ इसलिए എല്ലാ पौलुस कह വിശ്വാസികളും. रहे അതുകൊണ്ടാണ് मेरा പൗലോസ് बाहर का इंसान घटता रहेगा, പുറമേയുള്ള മനുഷ്യൻ लेकिन मेरा കുറയുന്നു. अंदर का എന്റെ इंसान അകമേയുള്ള മനുഷ്യൻ दिन प्रतिदिन स्ट्रांग बन के जा रहे. ഓരോ നിമിഷം സ്ട്രോങ് ആയി വളരുന്നു. Oh my God, ഹല്ലേലൂയ. my God, growing inner man. നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ വളരുന്നു. വളരുന്ന അകത്തെ മനുഷ്യൻ. കേട്ടിട്ടുണ്ടോ അങ്ങനെ? Have you ever heard about that? നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? Your inner man is growing every day. നിങ്ങൾ ഉള്ളിലെ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും. Provided अगर आपने उसको खाना दिया, നമ്മൾ ആഹാരം കൊടുത്തു, अगर उसको पोषण दिया, നമ്മൾ ആഹാരം കൊടുത്തു, स्पिरिचुअल फूड दिया, ആത്മീയ ഫുഡ് प्रभु को കൊടുത്തു, उपस्थिति में बैठा, ദൈവസന്നിധിയിൽ ഇരുന്നുവെങ്കിൽ you will never be the old weak person. നിങ്ങൾ Hallelujah. പഴയതുപോലെ ആ പഴയ ദുർബലനായ आपका വ്യക്തിയല്ല. शरीर कमजोर हो जाएगा, നിങ്ങളുടെ ശരീരം लेकिन ക്ഷീണമായിരിക്കാം. every day you grow. Hallelujah. You grow stronger. You grow stronger. You grow stronger. Marshal Kamana Ragadal Kadagar Shantana. अगर आप अंदर स्ट्रांग हो रहे, നിങ്ങൾ ഉള്ളിൽ സ്ട്രോങ് ആണെങ്കിൽ your outer man is going to manifest that glory. ആ പുറമേയുള്ള മനുഷ്യന്റെ മഹത്വം പുറമെ The outer man is കാണിക്കാൻ going to manifest signs and wonders. അത്ഭുതങ്ങളും അടയാളങ്ങളും പുറമേയുള്ള മനുഷ്യർ That's a right kind of anointing. അതാണ് കറക്റ്റ് ആയിട്ടുള്ള आपको അഭിഷേകം. कौन सा अभिषेक चाहिए? നിങ്ങൾക്ക് ഏത് അഭിഷേകം വേണം? हाँ, अंदर पाप के ऊपर जीत पाके, ഉള്ളില് പാപത്തെ ജയിച്ച് पवित्रता में मजबूत होके, विशुद्धि strong आए अंदर का जीवित। इंसान को, भीतर का इंसान को बलवंत बना के, ഉള്ളിലെ മനുഷ്യനെ സ്ട്രോങ് और ആക്കിയിട്ട് बाहर का इंसान को, പുറമേയുള്ള മനുഷ്യനെ बाहर का आदम को, പുറമേയുള്ള ആടമിനെ अंदर का आखिरी आदम का एक दास बना के, चेला बना के उपयोग करने वाले एक सेवकाई. ഉള്ളിലെ
അവസാനത്തെ ആദമിന്റെ ഒരു ശിഷ്യനാക്കി പുറമെയുള്ള മനുഷ്യനെ, നിന്റെ പുറമെയുള്ള ശരീരത്തെ അകത്തിരിക്കുന്ന ഇന്നർമാൻ ആകുന്ന അവസാനത്തെ ആദമിന്റെ ഇമേജിന്റെ ഒരു അടിമയെ പോലെ, ഒരു ദാസനെ പോലെ കൺട്രോളിൽ നിർത്തി ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷ മണ്ഡലം വെളിപ്പെട്ട് വരണമെന്ന്. हालेलुया, आमीन, हालेलुया। आपका अंदर का इंसान जो यीशु का परिचय में बनाया है, आखिरी आदम का परिचय में बनाए, उस आदम का अधीन में बाहर का आदम को लाकर उसका एक चेला बनाकर, उसका एक दास बनाकर, अंदर का इंसान बाहर का इंसान को कंट्रोल करके करने वाला एक सेवकाई, दैट इज द बेस्ट, खूबसूरत सेवकाई। आमीन, हालेलुया, आमीन, आमीन। चाहिए आपको, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? उल्टा है तो गिर जाएगा, മറിച്ചാണെങ്കിൽ നമ്മൾ വീഴുവാൻ. ऐसा है तो ഇങ്ങനെയാണെങ്കിൽ स्थिर रहेगा, നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കും, स्थिर रहेगा, സ്ഥിരതയോടെ നിൽക്കും, स्वर्ग में पहुंचेगा। സ്വർഗ്ഗത്തിലെത്തും. पौलुस पीटर का वही रो में नहीं है, तभी उसका पीछे का रो में खड़ा होने का मौका പൗലോസിനെ मिलेगा। പീറ്ററിന്റെ അടുത്ത് അല്ലെങ്കിൽ പുറമെയുള്ള റോയിൽ നിങ്ങൾ സ്ഥാനം हमेशा കിട്ടും. बनाते करते हैं प्रभु जी, एक तो आगे का रो में मुझे मिलने का कोई चांस नहीं, लेकिन एक दो रो पीछे मुझे खड़ा होना है। മുന്നിൽ കിട്ടിയില്ലെങ്കിൽ ഒന്ന് രണ്ട് റോ പുറകിലെങ്കിലും കിട്ടില്ല. विश्वास योग्य बनो। വിശ്വസ്തരായി कितना ജീവിക്കും. लोग इस वचन को എത്ര समझ പേര് आए? വചനത്തെ മനസ്സിലാക്കി? ये वो सब प्रार्थना है, ये वो सब प्रार्थना है। This is fasting prayer. ഇത് ഉപവാസ പ്രാർത്ഥന. ये तो हालेलुया डिलीवरेंस मीटिंग नहीं है, प्रभु के साथ में आपको और करीब बना रहे हैं। ഡെലിവറൻസ് മീറ്റിംഗ് അല്ല, डिलीवरेंस होने वाला है बीच में, ഇടയ്ക്കിടെ लेकिन आप जब परमेश्वर के साथ में रिश्ता जोड़ेगा, ദൈവമായിട്ട് करीब ബന്ധം बनेगा, വെക്കുമ്പോൾ, वचन में मजबूत വചനത്തിൽ बनेगा, strong इस ആകുമ്പോൾ, उपवास प्रार्थना में आपका इनर मैन स्ट्रांग होना ഈ चाहिए। ഉപവാസ പ്രാർത്ഥന നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ സ്ട്രോങ് ആയി മാറണം. प्रभु का वचन खड़ा हो जाइए, प्रभु का ദൈവത്തിന്റെ वचन മക്കളെ ദിവസം 2-3 मिनट हम प्रार्थना करने के लिए जा रहे 1-2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ हैं। പോകുന്നു. हलमना रामशल खामना, शाम का सेशन में जल्दी आ जाइए। ഇവനിങ്ങിലെ സെക്ഷനിൽ നേരത്തെ अगले 6:30 को हम वर्शिप शुरू करेगा, 6:30 को हम वर्शिप शुरू करेगा। हालेलुया, 6:30 को वर्शिप शुरू करेगा। 6:30 വർഷിപ്പ് തുടങ്ങും. ओके, we will do one thing. कुछ लोग रिक्वेस्ट किया बच्चों के लिए एक सेक्शन रखना है। इफ ऑल आर रेडी, लाइव अटेंड करने वाला माता पिता लोग बच्चों को जल्दी लाएगा। 5:30 आ सकते हैं ना? We will start a session from 5:30 for the children only. Children's fasting prayer आया? आएगा 5:30 को बच्चों को सब लेके आए, बच्चों काफी बच्चों उपवास के साथ में। हालेलुया, बच्चों के लिए एक सेक्शन हम रखेगा 5:30 है। हाँ, यूथ भी आ सकते हैं, यंग पीपल, दोस हु फील दैट यू आर अ किड। हालेलुया, ऐसे किड बोल के सब लोग आना नहीं है। कुछ लोग ऐसे पास्टर ने कहा किड लगते, जो आप लोग कुछ लोग होते नौजवान बन गया, इसलिए नौजवानों मत आओ, जो अभी भी किड है आ सकते हैं। हालेलुया, धन्यवाद ईश्वर को धन्यवाद दीजिए। ഇത് നന്ദി കരേ. So 5:30 bring your children here. 5:30 ആകുമ്പോൾ നിങ്ങളുടെ We will കുട്ടികളെ start കൊണ്ടുവരിക. after 6:30 6:45 तक हम सभा शुरू करेगा। लास्ट सेशन है, ലാസ്റ്റ് സെക്ഷൻ ആണ് हमें ഇവനിങ്ങിലെ. बहुत सेकंड लास्ट डे में लास्ट नाइट सेक्शन है, हमें बहुत आज आराधना करके मजबूती के साथ में वापस जाना है। ग्रेट थिंग्स आर गोइंग टू हैपन हियर, बड़े बड़े कामों में इधर होने वाला है। Yes, hallelujah. प्रार्थना कर दीजिए, प्रार्थना कर दीजिए, प्रार्थना कर दीजिए। हालेलुया, साथ में आराधना कर दीजिए। बच्चों आइए स्टेज में। हालेलुया, पास्टर्स कम टू द स्टेज। मार्शल खामना, सभी पास्टर स्टेज में आ जाइए। मार्शल खामना रगदल खड़गर शांत न कलीजिएगा। पास्टर सब आइए आइए आगे। हालेलुया, 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 हालेलुया। एक स्ट्रॉन्ग वचन प्रभु ने इस दिनों में बताया है, इनर मैन को मजबूत करो। क्या इनर मैन को मजबूत करेगा? आउटर मैन से ज्यादा इनर मैन में ध्यान दे दो। अंदर का इंसान, उसका पोषण करो, उसको बढ़ाओ। हालेलुया, धन्यवाद यीशु। मशल खामना रगदला अर्धमना रमशल खामना। प्रार्थना करो, प्रार्थना करो। परमेश्वर के दासों मिलकर आपके लिए प्रार्थना करने के लिए जा रहे हो। आप चाहते हैं कि आपका इनर मैन स्ट्रांग होना चाहता है? हाथों को स्वर्ग को पकड़ के कहो, प्रभु जी आज तक मेरा आउटर मैन का बारे में सब मैंने सोचा था। ഇന്ന് വരെ ഞാൻ എൻ്റെ പുറമേയുള്ള മനുഷ്യനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. പക്ഷെ എൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്. പൗലോസ് പറഞ്ഞു, ശാരീരിക മനുഷ്യനുണ്ടെങ്കിൽ ആത്മിക മനുഷ്യനുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഒരു വിത്തിന്റെ അകത്ത് ഒരു മരം ഒളിച്ചിരിപ്പുണ്ട്, അല്ലേ? ഒരു വിത്തിന്റെ അകത്ത്. പക്ഷെ ആ വിത്ത് നിലത്ത് വീണ് ചത്തു കഴിയുമ്പോൾ ആ മരം പുറത്തു വരുന്നു. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ഇന്നർ മാൻ ഉണ്ട് കേട്ടോ. ഒന്ന് നിലത്ത് വീണ് ചാകാൻ തയ്യാറാണെങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും.
अगर गेहूं का दाना नीचे गिर के मरने के लिए तैयार है तो अंदर जो छुप के बैठा है गेहूं का पौधा बाहर आएगा, बहुत फल आएगा। आपके अंदर भी देयर इज एन इनर मैन, बट अलाउ योर आउटर मैन टू डाई डे बाय डे। डाई मैंने कहा क्या? पौलुस ने कहा ना, पौलुस ने क्या कहा? ദിനം പ്രതി ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ മരിപ്പിക്കുന്നു। डे बाय डे, वन टाइम नहीं। ये एक्सपीरियंस है ना, वन टाइम नहीं। दिन प्रतिदिन हम अपना शरीर को मार डालते। क्यों? क्योंकि दिन प्रतिदिन अपने अंदर का इंसान मजबूत हो रहे। If you allow your outer man to die every day, your inner man become more strong every day. Hello. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടണമെങ്കിൽ, ദിനം പ്രതിദിനം ശക്തിപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യനെ നിങ്ങൾ അനുദിനം അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് അതിനെ മരിപ്പിക്കണം। आज कुछ पाप का स्वभाव आपका जीवन में है तो आज का आज ही उसका सिर पे एक हालेलुया टॉक देने के बाद में कहना है, मर जाओ यीशु के नाम में। तुम आदम का स्वभाव है, तुझे मैं नहीं चाहता हूं, तुझे मैं मार डाल रहा हूं। നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം, ഒരു പാപ സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ കീഴടക്കിയ നീ ആദമിന്റെ സ്വഭാവം, എനിക്ക് നിന്നെ വേണ്ട, യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ മരിപ്പിക്കുക। ऐसे 30-40 साल एक व्यक्ति करेगा ना, he will be a saint। लोग उनको देख के कहेगा ये रियल सेंट है, रियल संत, रियल संत, नाम में नहीं, रियल सेंट। उनका बात करने का रीति, लोगों का साथ में उनका व्यवहार है ना। हेलो, दाग नहीं है, जलन नहीं है, ईर्षा नहीं है, गुस्सा नहीं है। क्या ऐसे बन सकते? बन सकते, बन सकते। कभी भी इस तरफ नहीं, नीचे का तरफ नहीं, हमें ऊपर का तरफ होना है। We should climb up the ladder. We should, हम सीढ़ी ऊपर ऊपर चढ़ना है, नीचे का तरफ नहीं। Improve your Christian life every day. Improve your Christian life. कल किया पाप आज भी करके, ऐसा नहीं है। 10 साल पहले जो पाप था अभी बिल्कुल उसके ऊपर जीत पाया, और भी कुछ है, और अगले साल और नहीं होना चाहिए आपका जीवन में। हालेलुया। सुन रहे ना, सुन रहे ना? यह वचन मुझको भी मैं कह रहा हूं, नहीं ऐसे नहीं है सिर्फ आपको वचन दे रहे। मैंने कहा नहीं तू, मैंने कहा हम। मैंने क्या कहा? मैंने कहा नहीं तुम ये करो, मैंने कहा हमको करना है। We want to do it. It's not you. We want to do it. हम साथ में करना है। तैयार है क्या? तैयार है क्या? होलीनेस में बैठने के लिए तैयार है क्या? एक नया व्यक्तित्व बनने के लिए तैयार है क्या? एक रिन्यूअल के लिए तैयार है क्या? पूरा नया बनाने के लिए तैयार है क्या? साथ में प्रार्थना करने के लिए जा रहे हो, आराधना करने के लिए जा रहे हो। हम शकमन फास्ट स्टेज में वी आर गोइंग टू प्रे फॉर यू। हाथ आपकी ओर हम बढ़ा के प्रार्थना करेगा, हाथों को स्वर्ग की ओर बढ़ा के प्रार्थना कर दीजिए। धन्यवाद यीशु, धन्यवाद यीशु, हालेलुया। मेरा दिल बने तेरा सिंहासन, आमीन। मेरी आत्मा तेरा आसन, मेरा दिल बने तेरा सिंहासन, मेरी आत्मा तेरा आसन, मेरे मन में तू हो विराजमान, यीशु मेरे तू है बड़ा महान, मेरे मन में तू हो विराजमान, यीशु मेरे तू है बड़ा महान, यीशुआ 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 मेरे मन में समा जा, मेरे चेहरे पे तेरी रोशनी चमके, मेरी बातों से तेरी खुशबू महके, मेरे चेहरे पे तेरी
उपवास और प्रार्थना में हम परमेश्वर का राज्य का सामर्थ का बारे में सीखे आ रहे हो। कलीसिया को मजबूत कर दीजिए, कलीसिया का हर परिवार को, हर सदस्य को अपने मजबूत कर दीजिए। हर व्यक्ति के अंदर का इंसान मसीह में बैठने दीजिए, मजबूत होने दीजिए। उसके लिए हम प्रार्थना कर रहा हूं। सबको समर्पण करके परमेश्वर के दासों मिलके हर परमेश्वर के बच्चों को आशीषित करके प्रार्थना करते हैं। सभी परमेश्वर के दासों हालेलुया आगे हाथ बढ़ा के परमेश्वर के बच्चों के लिए प्रार्थना कर दीजिए। एवरीवन मार्शल कमाना, लॉर्ड वी टच एवरी इंडिविजुअल हु इज हियरिंग दिस मैसेज। इस मैसेज सुनने वाला हर व्यक्ति को आत्मा में हम स्पर्शन करके प्रार्थना कर रहे हैं। इन सबको मसीह में मजबूत बनने दीजिए प्रभु। जहां जहां जो लोग आए वापस उस देश में जाएगा, लेट देम बी स्ट्रॉन्ग क्रिश्चियंस, नॉट ऑर्डिनरी क्रिश्चियंस। ऐसे मामूली विश्वासियों नहीं है, बहुत बलवंत विश्वासियों बनाने दीजिए प्रभु जी, बनने दीजिए प्रभु जी। वैसे अपने किया बोल के धन्यवाद यीशु, धन्यवाद यीशु, धन्यवाद यीशु। कुछ होना चाहिए प्रार्थना में मदद। हालेलुया, धन्यवाद 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 प्रभु। हालेलुया, सर्वशक्तिमान परमेश्वर हालेलुया, सुंदर अवसर के लिए धन्यवाद करते प्रभु। आपका चरणों पर हालेलुया उपवास के प्रार्थना के साथ आने के लिए हमको कृपा दिया, इसके लिए धन्यवाद करते प्रभु। हम आया हुआ तभी से लेके अभी तक हालेलुया आपका पवित्र आत्मा का सहायता और सामर्थ हमारे बीच में था, इसके लिए धन्यवाद करते प्रभु। हालेलुया, आज हमारे बीच में दिया वचन के लिए धन्यवाद करते प्रभु। वचन का सामने हालेलुया हम समर्पण करते प्रभु। हालेलुया परमेश्वर, हालेलुया हमको एक हालेलुया आपका मंदिर बना दिया, उसका उस क्रूस का प्रेम के लिए हालेलुया हम धन्यवाद करते प्रभु। हमारे अंदर के हालेलुया भीतरी मनुष्य को हालेलुया दिन प्रतिदिन हालेलुया बढ़ के आगे जाने के लिए कृपा कर दीजिए परमेश्वर। हालेलुया उनके बाहर के बातों को हालेलुया परमेश्वर हालेलुया उस क्रूस पर हालेलुया हालेलुया मरकर हालेलुया हर एक दिन जीने के लिए हम सभी को कृपा कर दीजिए परमेश्वर। हालेलुया दिन प्रतिदिन हालेलुया आत्मिक जीवन में बढ़ने के लिए हालेलुया स्वर्गीय बातों को जानने के लिए हालेलुया हम हर एक को कृपा कर दीजिए परमेश्वर। आया हुआ सभी के लिए प्रार्थना करते प्रभु, सभी को आशीष कर दीजिए परमेश्वर। वचन हर एक का जीवन में क्रिया करने के लिए कृपा कर दीजिए परमेश्वर। हालेलुया हम हालेलुया भी लौट रहा हूं प्रभु, प्रिय दास को हालेलुया सेवकाई करने के लिए बलवंत कर किया, इसके लिए धन्यवाद करते हैं प्रभु। हालेलुया हम वापस मिलने तक हालेलुया आपका हालेलुया हार्ट पे हालेलुया छुपा लीजिए। यीशु मसीह का नाम पे सुनो और कबूल कर पिता। प्रार्थना सुनो, उसके लिए धन्यवाद दे दीजिए। हालेलुया हालेलुया हालेलुया। पिता और पुत्र पवित्र आत्मा का संस्कार और सहायता से जिंदगी के आखिरी क्षण तक हमेशा हम सबके साथ में होते रहेंगे। बोलो प्रभु यीशु मसीह की, बोलो हालेलुया हालेलुया हालेलुया। प्रभु सबको आशीषित करेगा। गॉड ब्लेस यू ऑल, हैव ए वंडरफुल टाइम।